ഗൃഹഭരണം. ഈ വിഷയമാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. മുസ്ലിം സ്ത്രീകൾ എന്ന നിലയിൽ നമുക്കത് വ്യക്തിഗത നിർബന്ധമാണ്, ഫർദ് ഐനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്ലാമിക വിശ്വാസപ്രകാരം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രൂപപ്പെടേണ്ട കാഴ്ചപ്പാടാണ് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ, മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ എന്നത് അംഗീകാരമുള്ളവരും ഉത്തരവാദിത്വമുള്ളവരും ജീവിതത്തിൽ കൃത്യമായി ഇടമുള്ളവരുമാണ് നാം. പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ നേച്ചർ അനുസരിച്ച്, അവരുടെ പ്രകൃതം അനുസരിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾ പുരുഷന്മാരും, സ്ത്രീകളുടെ നേച്ചർ അനുസരിച്ചുള്ള ഉത്തരവാദിത്വങ്ങൾ സ്ത്രീകളും ഏറ്റെടുക്കുകയും അത് സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നതുമാണ് നമ്മുടെ ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നാം രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് രൂപപ്പെടേണ്ട കാഴ്ചപ്പാട്. അങ്ങനെയാണ്. ഇത് വ്യാഖ്യാനിച്ച് സ്ഥാപിച്ചെടുക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു അനുഭവമാണ്. ഇസ്ലാമികമായ ഏതൊരു ആദർശവും അത് മനുഷ്യൻ കൃത്യമായി വിലയിരുത്തിയാൽ ഒരു പ്രകൃതിയാ രൂപപ്പെടുന്ന ഒരു കാഴ്ചപ്പാടാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് കാണാം, നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നത് കാണാം. ഇപ്പൊ ഗൃഹഭരണം എന്നത് ഒരു ചെറിയ ഒരു പ്രൊഫഷൻ അല്ല, വളരെ മഹത്വമുള്ള വലിയ മൂല്യമുള്ള ഒരു പ്രൊഫഷനാണ്. പ്രൊഫഷൻ ധാരാളമുണ്ട്. പ്രൊഫഷനും ജോബും തമ്മിൽ, രണ്ട് പ്രയോഗവും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്, ജോബ് എന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടാൻ വേണ്ടി ജോലി ചെയ്യുന്നു, അതാണ് ജോബ്. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടാൻ വേണ്ടി ജോലി ചെയ്യുന്നു എന്നതിൻ്റെയും അപ്പുറം ഇതിൽ അപ്ഡേഷൻ എപ്പോഴും പ്രധാനമാണ്. അപ്ഡേഷൻ പ്രധാനമാണെന്ന് പറഞ്ഞാൽ സന്ദർഭോചിതമായി ഉയർന്ന് ചിന്തിച്ച് പ്രവർത്തിക്കൽ അനിവാര്യമാണ്. അങ്ങനെയുള്ള ഒരു ഡോക്ടർ അദ്ദേഹം MBBSന്റെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ശേഷമുള്ള പഠന സമയത്ത് പഠിച്ച ആ ആശയങ്ങൾ അങ്ങനെ നിർത്തി മുന്നോട്ട് പോകുന്നത് ശരിക്കും അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ സ്റ്റൈലല്ല. മറിച്ച് അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും പുതുതായി നടക്കുന്ന പഠനങ്ങളും അതേക്കുറിച്ച് വരുന്ന പുതിയ റിപ്പോർട്ടുകളും പുതിയ അപ്ഡേറ്റുകളെല്ലാം അറിയുകയും അത് ഇത്തിബാഴ് ചെയ്യും, ഫോളോ ചെയ്യുകയും ചെയ്യണം. ഇതുപോലെ അങ്ങനെയുള്ള ഒരു പ്രൊഫഷനാണ് ശരിക്കും ഒരു ഗൃഹഭരണം എന്നത്. മറ്റൊന്ന്, മറ്റ് പല തൊഴിലുകളെയും വിലയിരുത്തുമ്പോൾ, ഇപ്പൊ ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, വക്കീലാവുക, അക്കൗണ്ടന്റ് ആവുക, ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ഉദ്യോഗങ്ങളെ നാം വിലയിരുത്തുമ്പോൾ അതിന്റെയൊക്കെ താഴെയാണ്, എന്നിട്ട് തൽക്കാലം നമ്മളിങ്ങനെ ഭംഗിയാക്കാൻ വേണ്ടി മേലെയാണ് എന്ന് പറയുകയാണ് എന്ന് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. ഈ തോന്നൽ ഇല്ലാതിരിക്കാൻ ഞാൻ ഇനി പറയുന്ന ഒരു 5-10 മിനിറ്റിന്റെ താഴെയുള്ള സമയം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, എല്ലാവർക്കും ഇത് മനസ്സിലാകും. വെൻ ബ്രീത്ത് ബിക്കംസ് എയർ എന്ന് പറയുന്ന ഒരു പുസ്തകം ലോകത്ത് മില്യൺ കണക്കിന് വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ്. ഇന്ത്യൻസ് ആയ 2 ദമ്പതികൾ, അഥവാ ന്യൂറോളജിസ്റ്റുകളായ 2 ലോകത്തറിയപ്പെട്ട ഡോക്ടേഴ്സ്, ലോകതലത്തിൽ അറിയപ്പെട്ട ഡോക്ടേഴ്സ്, അവരുടേതാണ് ആ പുസ്തകം. ആ പുസ്തകത്തിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്, ലോകം മുഴുവനും കറങ്ങി നടന്ന് പ്രശസ്തരായി നടന്ന 2 പേരാണ് ഇവർ. അവരിൽ ഈ ഭർത്താവിന്, അദ്ദേഹത്തിന്റെ പേര്, ഈ പുസ്തകം സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാം, ഞാൻ പെട്ടെന്ന് എന്റെ നാവിൽ വരുന്നില്ല, ഇൻഷാല്ലാ ഞാനത് പറയാം. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഈ ഒരുപാട് രോഗികൾക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് രോഗം വന്നു. അദ്ദേഹത്തിന്റെ ലങ്സിന് ക്യാൻസർ വന്നു. ആ ക്യാൻസറിന് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുവരെയുള്ള മാനസികാവസ്ഥയൊക്കെ മാറി അദ്ദേഹം പുതിയൊരു ലോകത്തെക്കുറിച്ച് അറിയുകയാണ്. ഒരു രോഗിയെ ഡോക്ടറായി മാത്രം, ഒരുപാട് രോഗികളുടെ പലപ്പോഴും ജീവിതാന്ത്യം നേർക്കാഴ്ച കണ്ട മനുഷ്യനാണ് അദ്ദേഹം. അതേപോലെ ഒരു രോഗിയായി മറ്റൊരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിൽ വിധേയമാകുന്ന ഒരു അവസ്ഥ വരുമ്പോഴുള്ള ഒരു വ്യാഖ്യാനിക്കാൻ കഴിയാത്തൊരു ജീവിതാവസ്ഥയുണ്ട്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ഞാൻ എന്തിനാണ് ഡോക്ടറായത്? അങ്ങനെ ഒരുപാട് ചിന്തയും ഒരുപാട് സംവാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആശയ വിനിമയങ്ങളും ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്നു. അങ്ങനെ അവർ തീരുമാനിക്കുന്നു, നമുക്കൊരു കുഞ്ഞു വേണം. അങ്ങനെ കുഞ്ഞാകുന്നു എന്ന് പറഞ്ഞാൽ രോഗിയായതിനു ശേഷം മരണം, എണ്ണപ്പെട്ട ദിനങ്ങൾക്കപ്പുറത്ത് മരണം കാത്തു നിൽക്കുന്നു എന്ന് മനസ്സിലാകുന്ന ഒരു ജീവിത സന്ദർഭം. അത്തരം ഒരു സന്ദർഭത്തിൽ ഇവർ 2 പേരും കുഞ്ഞു വേണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ കുഞ്ഞുണ്ടാകുകയും ചെയ്യുന്നു. ഭാര്യ ഗർഭിണിയായി കുഞ്ഞുണ്ടായി. കുഞ്ഞിന്റെ കൂടെ ജീവിക്കുന്ന നിമിഷങ്ങൾ, ഈ നിമിഷങ്ങളെയെല്ലാം കൂടി വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം സമർത്ഥിക്കുന്ന ഒരു ആശയമുണ്ട്. സത്യത്തിൽ ഞാൻ ഇതിനു വേണ്ടിയായിരുന്നു ഡോക്ടർ ആകേണ്ടിയിരുന്നത്. അഥവാ
എനിക്കൊരു ജീവിതം വേണം. ഈ ജീവിതത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്റെ ഈ ഉദ്യോഗം ആകേണ്ടിയിരുന്നത്. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്നവർ സമർത്ഥിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇത് ഇസ്ലാം വെറുതെ ഒരു വിഭാഗത്തെ ഇങ്ങനെ കൂട്ടണം എന്ന് കരുതി പറയുന്ന ഒരു ആശയമല്ല. ഇസ്ലാം പറയുന്നത് ഇത്രയാണ്: രണ്ട് പ്രകൃതവും അനുസരിച്ച് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ട, രണ്ടാളോടും ചേർന്ന ഉദ്യോഗങ്ങൾ രണ്ടുപേരും ഏറ്റെടുക്കുന്നു. അത് രണ്ടും മഹത്വമുള്ളതാണ്. ഇനി വല്ലപ്പോഴൊക്കെ ഒരു ജീവിത സാഹചര്യത്തിൽ ഒരു സഹോദരി തന്നെ ഈ പുരുഷനെ ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നാൽ അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അവരതും ഏറ്റെടുക്കണം. ഒരു സ്ത്രീ ജോലി ചെയ്യേണ്ടി വന്നാൽ ജോലി ചെയ്യണം. ഒരു സ്ത്രീ അത്യാവശ്യ ഘട്ടങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ മാനേജർ ആകേണ്ടി വന്നാൽ, ഡോക്ടർ ആകേണ്ടി വന്നാൽ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആകേണ്ട, അത് ചെയ്യണം. അല്ലാതെ പൊതുവായി സ്ത്രീയുടെ നേച്ചർ ഒരു ഹോം ഗവേണൻസ്, അതായത് ഗൃഹഭരണം, അതാണ് അവരുടെ ഉത്തരം. അപ്പൊ നമുക്ക് ചോദ്യമുണ്ട്, എന്നാലും അതൊരു രണ്ടാം നമ്പർ അല്ലേ? എന്നാലും അതൊരു രണ്ടാം നമ്പർ അല്ലേ? ഇങ്ങനെ പറയാൻ കാരണം അറിഞ്ഞ് ചെയ്യണമല്ലോ. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരിക്കൽ സിറാജുൽ ഹുദ പഠിക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിന് പോയി. അങ്ങനെ പ്രോഗ്രാമിന് പോയിട്ട് ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇവൻ പറഞ്ഞു, ആട്ടിറച്ചി ഭയങ്കര സൂപ്പറായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മൾ കഴിച്ചു പോകുന്നത് ആട്ടിറച്ചിയായിരുന്നു. എന്നാ പിന്നെ എനിക്ക് നേരത്തെ പറയതായിരുന്നു. കാരണം ആട്ടിറച്ചി എന്ന് വിചാരിച്ചു തിന്നുമ്പോൾ അതിന്റെ സുഖം കിട്ടുള്ളൂ. തിന്ന് കഴിഞ്ഞിട്ട് അതിന്റെ സുഖം തിന്നിട്ട് കാര്യമുണ്ട്. ഇതുപോലെ ഈ സംഗതിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മഹത്വം മനസ്സിലാക്കി ചെയ്യുമ്പോഴേ അതിന്റെ സുഖം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ തന്നെ പറയുന്നത്. ആട്ടിറച്ചി അല്ലാത്തത് ആട്ടിറച്ചിയാണെന്ന് വിചാരിച്ചു തിന്നാനല്ല ഞാൻ ഇപ്പൊ പറയുന്നത്. അത് ആ യഥാർത്ഥത്തിലുള്ളത് അതാണെന്ന് വിചാരിച്ചു തിന്നാനാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. അവിടെ ഞാൻ പറയുന്നത്, ഒരു ദിവസം ഒരു ടീച്ചർ ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് കാണണം. അപ്പൊ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, ഇവിടെ തന്നെ നിങ്ങൾ സംസാരിച്ചോളൂ. പോരാ, എനിക്ക് കുറച്ച് വിശദമായി സമയം എടുക്കണം. അപ്പൊ ഹാപ്പി സോണിൽ വെച്ച് ആ ടീച്ചർ എൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ചു. നല്ല കഴിവുറ്റ ആ സ്ഥാപനത്തിലെ നല്ല പ്രതിഭയായ നേതൃപാഠമൊക്കെ ഉള്ള ടീച്ചറാണ്, ലേഡി ടീച്ചർ. ഈ ടീച്ചർ ഭയങ്കര കരച്ചിൽ അപ്പോയിന്റ്മെന്റ്. അപ്പൊ കുറെ കരഞ്ഞു. ആ കരച്ചിലിന്റെ ഇതൊക്കെ ഒന്ന് അവസാനിച്ചപ്പോ, ഇപ്പോഴും കരയുമ്പോ പിന്നെ കരയാൻ സമ്മതിക്കണം. അതാണ് ഇതിന്റെ സൈക്കോളജി. അപ്പൊ കരച്ചിൽ കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, എന്റെ പ്രശ്നം എൻ്റെ ഒരു മോനാണ്. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തോന് 7 or 8 വയസ്സായിട്ടുണ്ട്. അവനിപ്പോ ക്ലാസ്, അതായത് സ്റ്റാൻഡേർഡ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡോ സെക്കൻഡ് സ്റ്റാൻഡേർഡോ അങ്ങനെ എത്തി തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. മൂത്തോൻ നല്ല മോന്, നന്നായി പഠിക്കും, നല്ല സ്വഭാവം, നല്ല അച്ചടക്കം, നല്ല പെരുമാറ്റം, എന്നെ കെയർ ചെയ്യാൻ ഉഷാറ്, എല്ലാം ഉഷാർ. രണ്ടാമത്തോനുണ്ടല്ലോ 3.5 വയസ്സ്. ഇവനാണ് എന്റെ ജീവിതത്തിന്റെ എല്ലാ വെളിച്ചവും കിടക്കുന്നത്. എന്താ? എന്നോട് പറഞ്ഞു, ഇവനെ എന്റെ മൂത്ത കുട്ടിക്ക് പേടിയാ. ഇവന്റെ 3 വയസ്സിന് മൂത്തത്. ഇവന് പേടിയാണ് ഇതിന്, രണ്ടാമത്തതിന്. എന്താ? ഇപ്പൊ ടീച്ചർ പറയാ, ഒരു ദിവസം പറയാ, എനിക്ക് വേഗം എന്റെ മുടി വെട്ടിത്തരണം. എന്താന്ന് ചോദിച്ചപ്പോ ഈ ഇളയത് എന്ത് ചെയ്യും? ഈ മുടി പിടിച്ചിട്ടാണ് കുട്ടീനെ, ഈ മൂത്തവനെ കൈകാര്യം ചെയ്യുക. അപ്പൊ പേടിച്ചിട്ട് എന്നെ വേഗം വെട്ടിത്തരണമെന്ന് പറയും. ഇവർ പറഞ്ഞു, ഞാനിപ്പോ പൊതുവായിട്ടുള്ള ചടങ്ങ്, കുടുംബ സദസ്സുകളിലോ പബ്ലിക്കിലുള്ള ഇതിലൊന്നും പോകാൻ എനിക്ക് മടിയാണ്. ഒരു വിവാഹത്തിനോ കുടിയിരിക്കലിനോ വീട്ടിൽ കൂടലിനൊന്നും പോകാനൊക്കെ എനിക്ക് മടിയാണ്. എന്താ കാരണം? ഈ കുട്ടീനെ കൊണ്ട് പോയാൽ ഇവൻ അവിടെ ഉള്ള മറ്റു കുട്ടികളൊക്കെ വേദനിപ്പിക്കും, ആക്രമിക്കും. അങ്ങനെ ആക്രമിച്ച ചോദിക്കൂ, ഇതിനുണ്ടാക്കിയത് ഏതാന്ന് ചോദിക്കും, ഇതിന്റെ തള്ള ഏതാണെന്ന് ചോദിക്കും, ഇതിന്റെ ഉമ്മ ഏതാണ്, ഇതിന്റെ അമ്മ ഏതാണെന്ന് ചോദിക്കും. അപ്പൊ ഭയങ്കര നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ എവിടെയും പോകാൻ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുമോ? ടീച്ചർ കുറച്ച് ക്ലാസ് എടുത്തു കൊടുക്കൽ ഇവിടെ നടക്കൂലല്ലോ. അപ്പൊ എന്താണ് പരിഹാരം? അന്ന് ഞാനിങ്ങനെ നോക്കി എവിടെയാണ് മിസ്റ്റേക്ക്. അപ്പൊ ഞാൻ ഈ ഫാമിലിയെ പറ്റി ഒന്ന് നോക്കി. ഈ മാതാവും പിതാവും അവരുടെ ഫാമിലി നല്ല സ്വഭാവക്കാർ, ശാന്തസുന്ദര സ്വഭാവം. നല്ല രണ്ടാളെ ഞാൻ പഠിച്ചപ്പോൾ രണ്ടാളും നല്ല സ്വഭാവക്കാർ. പിന്നെ എവിടുന്ന ഈ മിസ്റ്റേക്ക് വന്നത്? അങ്ങനെ പഠിച്ചു നോക്കുമ്പോഴാണ് വല്ലാത്ത ഞെട്ടിക്കുന്നൊരു സത്യം. എന്താ? ഈ ടീച്ചർക്ക് മൂത്ത കുഞ്ഞുണ്ടാകുന്നത് ടീച്ചറുടെ ടീച്ചിങ് പീരീഡിലല്ല, അതായത് ടീച്ചിങ്ങിലുള്ളപ്പോഴല്ല. ഇത് ഞാൻ പറയുമ്പോൾ കുറെ മറുപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് വൈക്ക് വന്നോട്ടെ. ഇപ്പം പറയാനുള്ളത് എല്ലാവർക്കും കേൾക്കാം. ടീച്ചിങ് ഫീൽഡിലുള്ളപ്പോഴല്ല ഈ മൂത്ത കുട്ടി ഉണ്ടായത്. രണ്ടാമത്തെ കുട്ടി ഉണ്ടായത് ടീച്ചർക്ക് തന്നെയാണ്, അതേ ഭർത്താവിനുമാണ്. പക്ഷെ ടീച്ചർക്ക് ഗർഭകാലയളവും അതുപോലെ ഈ കുട്ടി വളർന്നതിന്റെ സിംഹഭാഗം അഥവാ പ്രസവിച്ച കാലയളവും അതിനോട് ചേർന്ന് ഒരു ഉത്സവത്തിലുള്ള കുറഞ്ഞ കാലയളവും ഒഴിച്ചാൽ ബാക്കിയുള്ള സമയമൊക്കെ ടീച്ചർ ടീച്ചിങ്ങിലാണ്. ഞാൻ ഈ ടീച്ചറോട് പറഞ്ഞു, അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു A4 എടുത്തിട്ട് ആ ഒന്നാമത്തെ കുട്ടിയുടെ ഓരോ സമയം എഴുതിച്ചു. പ്രഗ്നൻസി ടൈം, പ്രഗ്നൻസി ബിഗിനിങ്, അതായത് ഗർഭകാലയളവ് തുടങ്ങിയത് എപ്പോൾ, അതുപോലെ പ്രസവം എപ്പോ, എല്ലാം എഴുതിച്ചു. ആ കാലയളവിലുള്ള ജോബും ഒക്കെ നോക്കി. രണ്ടാമത്തത് ഈ കുറഞ്ഞ സമയം ഒഴികെയുള്ള ബാക്കി എല്ലാ സമയവും ഇയാൾ ടീച്ചിങ്ങില്ല. ഞാൻ ടീച്ചറോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ വീട്ടിൽ വന്ന് കുട്ടിയുടെ കൂടെ ഇരുന്ന് കുശലം പറയാനോ കളിക്കാനോ സമയം കിട്ടിയിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞു, മോളൊക്കെ ഒഴിവാക്കുക, നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാനുണ്ടോ?
ഈ കുട്ടിയുടെ കൂടെ കുട്ടിക്ക് ആസ്വാദ്യകരമായ രീതിയിൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടായിരുന്നോ? അവസാനം ടീച്ചർ പറഞ്ഞു ശരിയാണ്. ടീച്ചർക്ക് അറിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ സൊല്യൂഷനിലേക്ക് കടക്കണം. അടുത്തത് എന്താ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സ്നേഹം നൽകണം. സ്നേഹത്തിൽ ഏറ്റവും വലുതെന്താ? അതെന്താ, ഞാൻ ഭക്ഷണം കൊടുക്കുന്നില്ലേ, അലക്കി കൊടുക്കുന്നില്ലേ, ഇങ്ങനെ അതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പോലും പ്രശ്നമല്ല. ഇനി കൊടുക്കാതിരുന്നിട്ട് കുലുമാലൊന്നും ഉണ്ടാക്കണ്ട. ഞാനിപ്പോ പറയാൻ പോകുന്നത് അതിനേക്കാളെല്ലാം ഇമ്പോർട്ടന്റ് എന്താ അറിയോ, പ്രധാനപ്പെട്ടത് നിങ്ങൾ കുട്ടിക്ക് അറ്റൻഷൻ കൊടുക്കാറുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ ആ കുട്ടിയെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് പറ്റാറുണ്ടോ? ആ കുട്ടിക്ക് അറ്റൻഷൻ, ശ്രദ്ധ. ഒരു കുട്ടി നിങ്ങളുടെ അടുത്തുണ്ടാകുമ്പോൾ നിങ്ങളെ കുട്ടി മുഖത്ത് നോക്കിയാൽ നിങ്ങൾ അറിയണം. അങ്ങനെ കുട്ടിയുമായി അറ്റാച്ച്മെന്റ് ഉണ്ടാകണം. അറ്റൻഷൻ, ഇതാണ് പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമത്തതാണ്, നിങ്ങൾ പ്രഥമ ദൃഷ്ടിയാ കുട്ടികളോട് പുഞ്ചിരിക്കാറുണ്ടോ? വല്ലപ്പോഴും നിങ്ങൾക്കെല്ലാം കൂടി സ്വസ്ഥതയായി അപ്പോൾ പുഞ്ചിരിക്കലല്ല, കുട്ടിയെ പ്രഥമ ദൃഷ്ടിയെ കാണുമ്പോൾ നിങ്ങൾക്ക് കുട്ടിയെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചൊന്ന് ഹഗ് ചെയ്യാൻ സമയം കിട്ടാറുണ്ടോ? രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ദോശക്കല്ലുമല ഉള്ളത്, അതിന്റെ ചൂടിലാണ്. അപ്പോ ഈ കുട്ടിയെ കാണാനോ കേൾക്കാനോ ഉള്ള ഒരു സന്മനസ് നമുക്കില്ല. നമ്മൾ എല്ലാ തിരക്കും ഒഴിഞ്ഞാലേ നമ്മൾ കുട്ടിയെ കാണുന്നുള്ളൂ. ടീച്ചർ വരുമ്പോ എന്താ ഉള്ളതെന്ന് അറിയോ? പടച്ചോനെ, നാളത്തെ ക്ലാസ് നോട്ട്, ഇന്നലത്തെ അലക്കാനുള്ളത്, ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കടന്നു പോയല്ലാണ്. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം കൂടി ഉണ്ട് ഇതിന്റെ ഉള്ളിൽ, ഈ ടീച്ചർ ഉള്ളിൽ. പിന്നെ എവിടെയാ ഒരു കുട്ടിക്ക് അറ്റൻഷൻ കൊടുക്കാനുള്ള ഇടം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയുള്ള കുട്ടി, ഈ കുട്ടി ഇപ്പൊ ഈ ടീച്ചർ കരഞ്ഞു മുഷിയാൻ കാരണം 3.5 വയസ്സായി. ഇത് 35 എങ്ങനെ ഉണ്ടാവുന്ന ആലോചിച്ച് നോക്കുന്നത്. ഇന്ന് ഈ ടീച്ചറുടെ മാത്രം അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ ആ ടീച്ചർ പോകുന്ന വീട്ടിലെ അസ്വസ്ഥതയാണ്. ഇനി ഇതെങ്ങാനും 35 വയസ്സായാലും എവിടെ എത്തുന്ന ആലോചിച്ച് നോക്കുന്നത്. എത്ര നാടുകൾ ഇതാകാൻ, അത് ദുരന്തമാകാൻ അത് കാരണമാകും. അപ്പോ അവിടെയാണ് സെക്കൻഡ്. ഓക്കെ, അപ്പോ ഇവിടെയാണ് മർമ്മം. ഈ ടീച്ചറോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ തുടങ്ങണം. അപ്പോൾ ടീച്ചറാകുമ്പോ ഞാൻ ആ ടീച്ചറോട് ചോദിച്ചു, ഇങ്ങനെ സംസാരിച്ചു, നിങ്ങൾ വീട്ടിൽ ജീവിക്കാൻ വകയില്ലാത്തതുകൊണ്ടാണോ ടീച്ചർ? അല്ല, ഒരു സുഖത്തിന്. ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ജീവിച്ചൊക്കെ പോകാൻ പറ്റൊരു സുഖത്തിന്. അപ്പൊ ഇപ്പൊ കിട്ടിയ സുഖത്തിന്, ആ സുഖത്തിന് പകരം കിട്ടിയ സുഖത്തിന്റെ ഒരു സുഖം തരുന്നില്ല നിങ്ങൾക്ക് ഇപ്പൊ? ഈ സുഖത്തിന്റെ കടുപ്പ് ഇനി ആരൊക്കെ അനുഭവിക്കാൻ പോകുന്നത് എപ്പോഴാ അറിയാന്നറിയാം. ഇവനെങ്ങാനൊരു മുഖ്യമന്ത്രിയൊക്കെ ആയി നോക്കണം. അപ്പോ ഒരു സ്ത്രീ നിർവഹിക്കുന്ന ദൗത്യത്തിന്റെ വലുപ്പം, ഗൃഹഭരണം നിർവഹിക്കുന്ന ദൗത്യത്തിന്റെ വലുപ്പം ഒരു നാട് നിർമ്മിക്കുന്നതിന് തുല്യമായ ഒരു പ്രൊഫഷനാണ് ഗൃഹഭരണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഭംഗിയായി പഠിപ്പിച്ചു. 14 നൂറ്റാണ്ട് മുമ്പ് അടിപൊളി ടീച്ചിങ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചു. അതായത് അൻസ്വാരിയത്തുകളായ സ്ത്രീകൾ, അവർ കർമ്മോത്സുകരാണ്, വളരെ ഭാഗ്യവതികളാണ്. മദീനയും മദീന നാട്ടുകാരും തന്നെ ഭയങ്കര സംഭവമാണ് എന്നും. ആ അൻസാരിയത്തുകളായ സഹോദരിമാര് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്കും വേണം പ്രതിഫലം. പള്ളിയിൽ പുരുഷന്മാർ, ജമാഅത്ത് പുരുഷന്മാർ. ഇപ്പൊ ജമാഅത്തിനോട് ചേർന്നാണ് എപ്പോഴും ക്ലാസും പരിപാടിയും എല്ലാം ഉണ്ടാകും. ഇതെല്ലാം പുരുഷന്മാർക്ക്, ഞങ്ങൾക്കും വേണ്ട കൂലിയൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ടീച്ചിങ് എന്താ പറയാ? അൽ മർഅത്തു റാഇയത്തുൻ അലാ ബൈത്തി സൗജിഹി. ഈ പുരുഷന്മാര് ചെയ്യുന്ന ഇതിന്റെ എല്ലാം പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താ? ഗൃഹഭരണം നടത്തിയാൽ പുരുഷൻ, ജമാഅത്ത്, ജുമുഅ, പൊതുവ എല്ലാം കൂടി ഉണ്ടാക്കി നാട് മൊത്തം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ട ചുമതല പ്രത്യക്ഷത്തിൽ പുരുഷനാണെങ്കിൽ അതിന്റെ എല്ലാം മീനിങ്, അതിന്റെ എല്ലാം അന്തസത്തയുണ്ടാക്കുന്നത് സ്ത്രീയുടെ ഗൃഹഭരണമാണ്. അപ്പൊ അവർക്കും അതേ വിഹിതം. എത്ര അടിപൊളിയാണ്! ഇതാണ് മുസ്ലിം സ്ത്രീയുടെ പ്രൊഫഷണാലിറ്റി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇതാണ് ആവശ്യം, മനുഷ്യന്റേതാണ്. നമ്മൾ മുസ്ലിം എന്ന് പറയുന്നതിന് നമ്മൾ നമ്മളുടേതായ ഐഡന്റിറ്റി പറയുന്നു എന്ന് മാത്രം. മനുഷ്യന്റേതാണ് ഈ ആശയം. മനുഷ്യരുടെ ആവശ്യമുള്ള ഒരു നല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഒരു നല്ലൊരു സമൂഹ സൃഷ്ടിപ്പ്, ആ സമൂഹ സൃഷ്ടിപ്പിന് ആവശ്യമായ ഒരു ആദർശമാണ് ഇപ്പൊ ഈ പറയുന്നത്. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ആദ്യം പറഞ്ഞതിന്റെ അൽ ഹാസിൽ, ടോട്ടൽ വ്യൂ പോയിന്റ്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഇന്റൻഷനൽ വർക്ക്, ഉദ്ദേശ്യപൂർവം നാം നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് അടിപൊളിയായിരിക്കും നമ്മുടെ ലൈഫ്. ഇനി വീട്ടിലെ ജോലി വേഗം നടക്കാൻ,
അതുപോലെ വീട്ടുജോലി ചെയ്താൽ ക്ഷീണമാകാതിരിക്കാൻ, ഇതിനെല്ലാം ഉണ്ടാകേണ്ടത് ഇതന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് അത് വിശദീകരിച്ച് വേഗം കംപ്ലീറ്റ് ചെയ്യും, ദീർഘിക്കൂല. ഇവിടുത്തെ ക്ലോക്കിനൊരു സുഖമുണ്ട്, 9:30 ഒരിക്കലും മാറൂല. ഇപ്പൊ വേറെ തന്നെ നോക്കാൻ നിങ്ങൾ അഥവാ വൈകിപ്പോയിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. അപ്പോ പിന്നെ എന്താണ് ഒന്നാമത്തേത്? ഞാൻ ചുരുക്കി പറയാം. ഈ പറയുന്ന വാചകം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് എല്ലാ ദിവസവും ഒരു വട്ടം കേട്ടാൽ നല്ലതാണ്. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് എന്താ അറിയോ? നിങ്ങൾ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. സുബ്ഹാന റബ്ബി, ആ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഇവര് റൺസ് എടുക്കാൻ ഓട്ടുന്ന ഓട്ടങ്ങാനും നേരെ ഓടിയിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അമ്മാതിരി ഓട്ടം ഓടും. എന്നാ ഈ ഓട്ടം തീർത്ത് ഓടി വേറത്ത് കുളിച്ച് വശ എന്നാ എന്തെങ്കിലും ഒരു ടെൻഷൻ അവർക്കുണ്ടോ? അതിന്റെ 4/1 നമ്മൾ ഓടിയിട്ടുണ്ടാവില്ല. നമ്മളും ചിലപ്പോഴൊക്കെ പറയും ഞാൻ ഈ നടത്തങ്ങാനും നടന്നിട്ട് അങ്ങ് കൊച്ചിയിലെത്തിയിട്ടുണ്ടാവുന്നല്ലോ പറയും, എന്നാലും തിരുവനന്തപുരം എത്തൂല. അപ്പൊ അത്ര കുറയുണ്ട്. പക്ഷെ നമുക്കെന്ത് ക്ഷീണമെന്നറിയാം. നിങ്ങൾക്കല്ല കേട്ടോ, വേറെ ചില നാട്ടിലെ വേറെ ചില സഹോദരിമാർക്കൊക്കെ ജോലി ചെയ്താൽ ഭയങ്കര ക്ഷീണമാണ്. ഈ ക്ഷീണമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റൻഷനൽ മൂവിങ് അല്ല, ഉദ്ദേശ്യപൂർവ്വമുള്ള നീയത്തനുസരിച്ചുള്ള നീയത്തിനോട് കൂടെയുള്ള അമലല്ല എന്ന് ചുരുക്കം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അപ്പൊ ഇന്റൻഷനലോടുകൂടി, അതായത് ഒരു ഉദ്ദേശ്യപൂർവ്വമായി ഇടപെടാൻ പറ്റുമെങ്കിൽ ജോലി കഴിഞ്ഞാൽ ഒരു ഉന്മേഷം കൂടി, വേർപ്പലൊന്ന് കുളിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരു 1.5 ഉന്മേഷം ഉണ്ടാവും. ഇതാണ് ഇതിന്റെ. ഞാൻ ഇനി അവസാനം വരെ ക്ലാസ് എടുത്താൽ, ഇനി ഒരു 4 ദിവസം അല്ല 40 ദിവസം ക്ലാസ് എടുത്താലും അതിന്റെ ടോട്ടൽ ഇതാണ്. എന്താ ഞാൻ പറഞ്ഞത്? ജോയ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഉദ്ദേശ്യം റെഡിയാണെങ്കിൽ. ഉദ്ദേശ്യം റെഡിയാണെങ്കിൽ. അപ്പോ ഗൃഹഭരണം നടത്തുന്ന സമയത്ത് നമുക്ക് എല്ലാ ദിവസവും നീയത്ത് പുതുക്കാം. എന്താണ് പുതുക്കേണ്ടത്? അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്വലാഹിയത്തുള്ള, വലിയ പ്രതിഫലമുള്ള, വലിയ മഹത്വമുള്ള വലിയൊരു ഉദ്യോഗമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചാൽ തന്നെ അസുഖങ്ങൾ ഡൗൺ 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 കുറയുന്നത് കാണും. ടെൻഷനുകൾ കുറയുന്നത് കാണും. ജോലി ഭാരം കുറയുന്നത് കാണും. ജോലി എടുത്തുള്ള ക്ഷീണം കുറയുന്നത് കാണും. 4 പ്ലേറ്റ് കഴിക്കുന്നത് 6 പ്ലേറ്റ് ആയാൽ അന്ന് സുബ്ഹാനല്ലാഹ് അടുക്കളന്റെ വഴി കൂടെ വഴി പോകാൻ പറ്റൂല. അമ്മാതിരി ചൂടുണ്ടാവും ചില സ്ഥലത്തൊക്കെ. അതേസമയം ഈ നീയത്തുണ്ടെങ്കിലോ 4 8 കഴിയാവുന്നൊരു ഉന്മേഷം കൂടുതലാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോ അറിഞ്ഞും ആസ്വദിച്ചും നാം ചെയ്യേണ്ട ഒരു ജോബാണ് ഹോം ഗവേണൻസ് എന്ന് പറയുന്നത്. ഇനി ഗൃഹഭരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ: 1, അള്ളാഹുവിന്റെ തൃപ്തി നേടുക. ഈ അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്ന് പറയുന്നത് നമുക്ക് ഭൗതികമായി ജീവിക്കുന്ന ഒരാളോടും പറയാവുന്ന ഒരു സൈക്കോളജിക്കൽ കോൺടെക്സ്റ്റ് ഉണ്ട് അവിടെ. അതെന്താ അറിയോ? ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ഓർഡറുടെ ആളാണ്. ഈ പ്രപഞ്ചം ഇങ്ങനെ പഠിച്ചു നോക്ക് നിങ്ങള്. ഭൂമിയുടെ പുറത്ത് ഗോളം, ഇങ്ങനെ ഭയങ്കര സംഭവമാണ്. മനസ്സിലാണെങ്കിൽ ഇടയ്ക്കൊന്ന് നമ്മളെ കോഴിക്കോട് പ്ലാനറ്റോറിയത്തിലൊന്ന് പോകണം. പ്ലാനറ്റോറിയത്തിൽ പോയി ഒന്ന് കണ്ടാൽ നല്ലതാണ്. ഞാൻ അതിന്റെ കമ്മീഷനൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. കണ്ടാൽ നല്ലതാണ്. അപ്പൊ എന്ത് മനസ്സിലാവുന്നറിയോ? ഇങ്ങനെയൊക്കെയാണ് ഈ പ്രപഞ്ചം നടക്കുന്നത്. ഇങ്ങനെയൊക്കെ നടക്കുന്ന പ്രപഞ്ചത്തിൽ ഒരാളാണ് ഞാൻ. ഈ പ്രപഞ്ചം പഠിച്ചു നോക്കിയാൽ അതൊന്ന് ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതിന്റെ ഓൺ. ഈ പ്രപഞ്ചത്തിലെ ഇത്രയും വലിയ പ്രതിഭാസങ്ങൾ, ഒരാൾ പുറത്തന്നെ നിന്നേട്ടോ, ഈ പ്രപഞ്ചത്തിലെ ഇത്രയും വലിയ പ്രതിഭാസങ്ങൾ, ഈ പ്രതിഭാസം നടക്കുമ്പോ അത് പഠിച്ചു നോക്ക്. ആകാശത്തിന് വേറെ ഏതെങ്കിലും വിഭാഗത്തിലൊരു മലക്കുകളുണ്ടോ, അല്ല ഒരു മന്ത്രിയോ രാജാവോ ഉണ്ടോ? കടലിന് വേറെ തന്നെ. എല്ലാറ്റിലും മനുഷ്യന്റെ അടുത്ത് മന്ത്രിയുണ്ട്, വനവകുപ്പ് മന്ത്രിയുണ്ട്, അതുപോലെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുണ്ട്. ഇങ്ങനെ എല്ലാറ്റിനും നമ്മളെ അടുത്ത് ഭരണകർത്താക്കളുണ്ട്. അപ്പോ ഇതിലെ എല്ലാം ശരിയായ ആള് നമ്മളാണ്. ഒരു സെൻട്രൽ പോയിന്റ് മനുഷ്യനാണ്. എങ്കിൽ ആ മനുഷ്യന് പൊതുവെ തോന്നേണ്ട ഒരു ചിന്തയാണ് ഞാൻ അള്ളാഹുവിന്റെ ആളാണ്, ഞാൻ അള്ളാഹുവിന്റെ ആളാണ്. ഇതാണ് ഇസ്ലാം പറയുന്നത്. ഒരു നല്ല കോണ്ടെക്സ്റ്റ് ആണ് ഇത്. സൈക്കോളജി, അപ്ഡേറ്റഡ് സൈക്കോളജി ഒക്കെ പറയുന്നുണ്ട് എന്ത്? ഐ ആം വൺ വിത്ത് ദ വെരി പവർ ദാറ്റ് ക്രിയേറ്റഡ് മീ. പ്രയോഗമാണ്, അവരുടെ ഉദ്ധരണി തന്നെയാണ്. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. അതായത് ഇത് അടിപൊളി സർക്യൂംസ്റ്റൻസസ് ആണ്. ഈ ലോകത്ത് ഇങ്ങനെ എന്തൊരു സംഭവം എന്നറിയോ? അടിപൊളിയാണ് ഈ സംഭവം. ഈ അടിപൊളി സംഭവത്തിലെ ഒരു പാർട്ടാണ് ഞാൻ. അങ്ങനെ പറയുന്നതിന്റെ മറ്റൊരു ഭാഷയാണ് അള്ളാഹു. എല്ലാം പടച്ചു പരിപാലിക്കുന്ന അള്ളാഹു. ആ അള്ളാഹുവിന്റെ ആള് എന്ന് ഈ ലോകത്ത് ആകെ പറയാൻ കൊള്ളുന്നത് മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഞാൻ. ഇങ്ങനെയാകുമ്പോ ഞാൻ ഈ പ്രപഞ്ചദാതാവിന്റെ, പ്രപഞ്ച സൃഷ്ടാവിന്റെ, പ്രപഞ്ച പരിപാലകന്റെ ആളാണ് എന്ന് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നതാണ് ഗൃഹഭരണം. കാരണം ഞാൻ ഗൃഹഭരണം നടത്തിയാൽ എന്താ സംഭവിക്കുക? എന്റെ കുട്ടി നന്നാവും. എന്റെ കുട്ടി നന്നായാൽ ഇങ്ങനെ എല്ലാവരും ചെയ്യുമ്പോൾ ഈ നാട് നന്നാവും. ഈ നാട് നന്നാവുമ്പോൾ ലോകം നന്നാവും. കുറെ നാടങ്ങനെ നന്നാവുമ്പോൾ ലോകം നന്നാവും. ഈ ലോകം നന്നാകുക എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ദൗത്യം പൂർണ്ണമാകാൻ
ഏറ്റവും സബബാകുന്ന ഒരു റീസണബിൾ ഏരിയയാണ്, അല്ലെങ്കിൽ ഒരു സബബാണ്, കാരണക്കാരിയാണ് ഞാൻ. ഇതാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത്. ഈ പോയിന്റിലാണ് നമ്മളെ ഗൃഹഭരണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് അള്ളാഹുവിന്റെ തൃപ്തി. അതിന് പറയാവുന്ന വാക്കുകൾ ലില്ലാഹി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അള്ളാഹുവിന്റെ പൊരുത്തം എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്തോ കൂടുതൽ കിട്ടുന്നതാണോ? അല്ല. അള്ളാഹുവിന്റെ തൃപ്തി എനിക്ക് കിട്ടൽ എന്റെ നേട്ടമാണ്, അപ്പൊ എനിക്ക് വേണ്ടി. ഇതിനാണ് ഈ സൈക്കോളജിയിൽ എന്ത് പറയാ? സെൽഫ് ലവിങ് എന്ന് പറയാ. എന്താ സെൽഫ് ലവിങ്? സെൽഫ് ലവിങ് എന്ന് പറഞ്ഞാൽ സ്വന്തത്തെ ഇഷ്ടപ്പെടുക. ഇതാണ് ഈ സ്വന്തത്തെ ഇഷ്ടപ്പെടുക എന്ന് പറയും. അങ്ങനെ ചെയ്യാൻ പറ്റുക, ഇതാണ് ഒന്ന്. രണ്ട്, നമ്മുടെ ഈ കുടുംബത്തിന്റെ ശാരീരിക, മാനസിക, ആത്മീയ സുരക്ഷ. രണ്ടാമത്തത് നമ്മുടെ കുടുംബത്തിന്റെ ശാരീരിക, മാനസിക, ആത്മീയ സുരക്ഷ. സംഭവം തന്നെയാണത്, ചില്ലറ സംഭവം എന്നല്ല ഇത്. ശാരീരിക സുരക്ഷ നമ്മളാണ്, ആത്മീയ സുരക്ഷ നമ്മളാണ്, മാനസിക സുരക്ഷ നമ്മളാണ്. ഇതിന് പടച്ചോനെ ഇനിയിലെല്ലാം കൂടി കുറെ എന്തോ ചെയ്യണോ? നിങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നാൽ തന്നെ എല്ലാം ഉഷാറാകും. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു സ്വസ്ഥത ഉണ്ടായാൽ മതി. നിങ്ങൾ സ്വസ്ഥരായി ഇരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും സംഭവ ബഹുലമാകും. നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതണ്ട കേട്ടോ. എന്റെ ഭാര്യയും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളെ കൂടെ. അതായത് നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ബഹളം വെച്ചിട്ടാണ് കുഴപ്പമുണ്ടാക്കുന്നത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുകയും വേണം. അഥവാ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തിരുത്തുകയും വേണം. ഒരു ദിവസം എൻ്റെ അടുത്ത് ഒരു രക്ഷിതാവ്, ഒരു ഉമ്മ വന്നു. ഹാപ്പി സോണിന്റെ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്ങിൽ. ഉമ്മാന്റെ പരാതി എന്താ പറയുക? എന്റെ മോന് 19 20 വയസ്സായി, ഡിഗ്രി കാലയളവാണ്, ഇപ്പൊ പഠിപ്പിനും പോകുന്നില്ല, ജോലിക്കും പോകുന്നില്ല, വീട്ടിൽ ഇങ്ങനെ ഇരിക്കും, ഫോൺ ഉപയോഗിക്കും. രാത്രി 11 മണിയാകുമ്പോൾ കൂട്ടുകാരുടെ കൂടെ ഇറങ്ങിപ്പോകും. ഇപ്പൊ എനിക്ക് പേടിയാണ്, എപ്പോഴും വീട്ടിൽ പ്രശ്നമാണ്, ഒരുപാട് തവണയായി. ചില സമയത്ത് പറയും ഇന്ന് മന്തി വെക്കണോന്ന് പറയും. അഥവാ മന്തിന്റെ വിധിയില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് തുറന്ന് എല്ലാ സാധനവും വലിച്ചിടും. പിന്നെ അത് എടുത്തു വെക്കാൻ തന്നെ 2 ദിവസം വേണ്ടി വരും, കാരണം നമ്മളെ ഫ്രിഡ്ജൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോ ഈ സ്ഥിതിവിശേഷമാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഇവൻ 2 വീലറിന്റെ ബാക്ക് കയറ്റിയിട്ട് ഒരു സവാരി, ആ സവാരി തുടങ്ങിയപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു എനിക്ക് 2600 റുപ്യ വേണം ഇന്ന ആവശ്യത്തിന്. അപ്പൊ ഇവരുടെ ആകെ ബാക്കിയുള്ളത് 600 റുപ്യ. അത് തന്നെ പർച്ചേസിങ്ങിന് വേണ്ടി വെച്ചതാ. ഈ പെണ്ണുങ്ങൾ പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്യും, 2600 600 എന്റെ അടുത്ത് ബാക്കിയുണ്ട്, അത് ഞാൻ സാധനം വാങ്ങാൻ വെച്ച, എന്നാലും സാരിയില്ല, അത് നീ എടുത്തോ. പക്ഷെ ഇവന് പറ്റിയില്ല. ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഉമ്മാനെ ബാക്കിൽ ഇരുത്തിയിട്ട് എല്ലാ സർക്കസും കളിച്ചു. അങ്ങനെ ഉമ്മാന്റെ കുടിച്ച മുലപ്പാലടക്കം പള്ളേന്ന് കത്തിപ്പോയി എന്നാ പറഞ്ഞു. അമ്മാതിരി ബേജാറും വിഷമവുമായി വെപ്രാളപ്പെട്ടു. ഈ ഉമ്മ എന്നോട് പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനൊന്നും ബാക്കിയില്ല. ഇവനെ അടുത്ത കാലത്ത് ഇവന്റെ രക്ഷിതാക്കളെല്ലാരും കൂടെ കൂട്ടി കോഴിക്കോട് അറിയപ്പെട്ട ഹോസ്പിറ്റലിൽ ഇഖ്റയിൽ കാണിക്കാൻ കൊണ്ടുപോയി. അവിടുത്തെ സൈക്യാട്രിസ്റ്റിന് കാണിച്ചപ്പോൾ ഇവൻ അവിടുന്ന് വയലന്റ് ആയി. ഡോറും ഇതൊക്കെ അടിച്ചു പൊളിച്ചപ്പോൾ അവർ പിടിച്ച് ചങ്ങലക്കിട്ട് അവർ സഡേഷൻ കൊടുത്തു. ഇങ്ങനെയൊക്കെ ഉണ്ടായതാണ്. എന്താ ചെയ്യേണ്ടത്? ഞാൻ ഫുർഷത്ത് ഓരോന്ന് കേട്ടു. എല്ലാം കേട്ടതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം. 16 സെഷനാണ് സാധാരണ ലെറ്റിൻ്റെ. നിങ്ങൾ ഈ ലെറ്റിൽ പൂർണ്ണമായിട്ട് വരിക. ഇപ്പൊ ഒരാഴ്ച ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഓരോന്നും ഞാൻ ഇങ്ങനെ ചോദിച്ചു. എപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്, ഓരോന്നും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഈ ഒരാഴ്ച നിങ്ങൾ ഇവനോട് ഒരു അക്ഷരം മിണ്ടരുത്. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പിന്നെയും പറഞ്ഞു ഒരക്ഷരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. മൂന്നാമത് ഞാൻ പറഞ്ഞു എന്ത്, ഒരക്ഷരവും മിണ്ടാതിരിക്കാൻ പറ്റും. അപ്പൊ എന്നോട് ചോദിച്ചു ഭക്ഷണം കഴിക്കാൻ പറയണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു 19 20 വയസ്സായ മോന് ഭക്ഷണം കഴിക്കാൻ പറയണോ? അപ്പൊ എനിക്ക് വിശക്കൂലേ? മോന് വിശക്കൂലേന്ന് ചോദിക്കുന്ന 20 വയസ്സായ മോന് വിശക്കൂലേന്ന് ചോദിക്കുന്ന ഉമ്മാക്കാണ് പ്രശ്നം, കുട്ടിക്കല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അവന് വിശന്നോട്ടെ, വിശന്നല്ല പോകുമ്പോ അപ്പൊ ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഉണ്ടാക്കിക്കോ, ഭക്ഷണം ഉണ്ടാക്കിക്കോ, എന്ത് ചെയ്യണ്ട, കഴിക്കാൻ വേണ്ടി പിന്നാലെ പോകണം. എന്താ അറിയാം, നമ്മള് ഈ ചിലര് നാവുകൊണ്ടാ ചിന്തിക്കുക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നാവുകൊണ്ട് ചിന്തിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ഭക്ഷണം ആയി തീർന്നിട്ടില്ല, ഭക്ഷണം ആകുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് പറയും, ആയിട്ടുണ്ടേ വന്നോന്ന് പറയും. വന്ന് ഇരുന്ന് നോക്കിയാൽ ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല. ഈ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. ഇവിടെയാണ് നമ്മൾ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നത് ചിന്തയുടെ പുറത്തല്ല, സംസാരത്തിന്റെ പുറത്താണ് ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു നിങ്ങൾ ഈ ഒരാഴ്ച ഒന്നും ഉണ്ടണ്ട, ഭക്ഷണം ഉണ്ടാക്കിക്കോ, കൊണ്ടാച്ചു, അതിനാവശ്യമുള്ളപ്പോൾ അവൻ കഴിക്കുക, നിങ്ങൾ ഉണ്ടത്. അങ്ങനെ ചോദിച്ചപ്പോൾ എത്ര ദിവസം വേണ്ടി വരുമെന്ന് ആദ്യം പിന്നെ പറയാ, ഇപ്പൊ ഇത് തുടരുക. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വന്നു. ഞാൻ ചോദിച്ചു ഈ ആഴ്ച പ്രശ്നമുണ്ടോ? ഈ ആഴ്ച ഒരു പ്രശ്നമില്ല. രണ്ടാമത്തെ ആഴ്ച ഇതുപോലെ, ഈ ഒരാഴ്ച ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോഴും പ്രശ്നമൊന്നുമില്ല. മൂന്നാമത്തെ ആഴ്ച പറഞ്ഞു ഈ ഒരാഴ്ച പ്രശ്നമുണ്ടായി. ഞാൻ ചോദിച്ചു എന്തേ? അത് വീട്ടിൽ ഇവന്റെ കാർണോർ വന്നിരുന്നു. ഞങ്ങൾ ആ കോഴിക്കോട് ഭാഗത്തൊക്കെ കാർണോർ എന്ന് പറഞ്ഞാൽ അമ്മാവൻ വന്നിരുന്നു. ഇവിടെ കാർണോർ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ, അല്ലെ?
അപ്പൊ അമ്മാവൻ വന്നിരുന്നു. അമ്മാവൻ വന്നു പോയപ്പോ പ്രശ്നമായി. എന്താ പ്രശ്നം? അമ്മാവൻ പറഞ്ഞു, ഇതെന്താണ് ഇങ്ങനെ ഇരുന്നാൽ മതിയോ, എത്ര ആയിട്ടുണ്ടെന്ന് അറിയാം, ഒന്ന് ചുമര് വരച്ചോ, ഇത്ര നീളണ്ടെന്ന്. ഇതെല്ലാം കൂടി പറഞ്ഞു പോയപ്പോ അന്ന് തുടങ്ങി പ്രശ്നം. അപ്പൊ ഇവിടുന്ന് പ്രശ്നം ഉണ്ടായത്, കുറ്റപ്പെടുത്തിയാൽ ആർക്കും പ്രശ്നം ഉണ്ടാവും, ഈ ഉമ്മാക്കും പ്രശ്നം ഉണ്ടാവും, ഉമ്മാനെ കുറ്റം പറഞ്ഞോക്കണം തിരിയണമെങ്കിൽ. അപ്പൊ മനസ്സിലാവും. അപ്പോ അതിവനും ഉണ്ടായതാണ്. ഇതിൽ ഞാൻ പറയുന്നത് പലപ്പോഴും ഡീലിംഗ് അത് വളരെ പ്രധാനമാണ്. ഇൻഷാ അല്ലാഹ് ശേഷം ഒരു വിഷയമായിട്ട് നമുക്കത് ആവശ്യമുള്ള ഇടത്ത് സംസാരിക്കാം. പറഞ്ഞു വരുന്ന വിഷയം, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ട ഒരു ഭാഗം നമ്മുടെ ഒരു ഫാമിലിയുടെ ശാരീരിക, മാനസിക, ആത്മീയ സുരക്ഷ നമ്മുടെ കൈകളിലാണ്. അതെങ്ങനെ? പലപ്പോഴും നമ്മളൊന്ന് ശാന്തമായാൽ മതി, കഠിനാധ്വാനം ഒന്നും ചെയ്യണ്ട, വളരെ സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റും. ഈ സ്മാർട്ടായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് പലപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. സാർ, ആ പറയുന്നത് ശരിയല്ല, ഞാൻ ഈ പറയുന്നതൊക്കെ ചെയ്തു നോക്കിയതാണ്. അതിന്റെ പരിഹാരം ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എന്താണ്? നിങ്ങൾ ഓരോ ആഴ്ചയിലും നിങ്ങളുടെ ലൈഫിലുള്ള വിഷയം ഷെയർ ചെയ്യുക, എന്നിട്ട് നിർദ്ദേശങ്ങൾ കേട്ടു നോക്കുക, പ്രാക്ടീസ് ചെയ്തു നോക്കുക. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനാണ് ട്രെയിനിങ് എന്ന് പറയുക. ആ ട്രെയിനിങ് നിങ്ങൾ ചെയ്യാൻ സന്നദ്ധമാണോ, അത് നിങ്ങൾക്ക് അവിടെ ബോധ്യപ്പെടും. അതിന് ഈ ഇരിക്കുന്നവരിൽ തന്നെ ധാരാളം തെളിവ് ഉള്ളവരുണ്ട്, അനുഭവപ്പെട്ടവരുണ്ട്. അതാണ് ട്രെയിനിങ്, പരിശീലനം എന്ന് പറയുന്നത്. അപ്പോ ശാരീരിക, മാനസിക, ഒരു ഫാമിലിയുടെയാണ്, നമ്മളെ മാത്രമല്ല, ഒരു ഫാമിലിയുടെ ശാരീരിക, മാനസിക, ആത്മീയ സുരക്ഷ നമ്മുടെ കൈകളിലാണ്. എന്താ ചെയ്യേണ്ടത്? നമ്മളിൽ ശാന്തി ഉണ്ടാവുക, നമ്മളിൽ ശാന്തി ഉണ്ടാവുക. ഇതാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്. എങ്ങനെയെന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാനത് അതിന്റെ ഒരു ആവശ്യമായ ഒരു അളവിൽ പറഞ്ഞ് ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഞാനത് അവസാനിപ്പിക്കും. ഇന്ന് 1 മണി മുതൽ ഇവിടെ തന്നെ നമുക്ക് മുദരിസുമാരുടെ മറ്റൊരു ട്രെയിനിങ് നടക്കാനുള്ളത് കൊണ്ട്, ഇവിടെ അല്ല, മലപ്പുറത്ത് തൊട്ടടുത്തൊരു ബിൽഡിങ്ങിൽ തന്നെ നമുക്ക് മറ്റൊരു സെഷൻ നടക്കാനുള്ളത് കൊണ്ട് നീളമൊന്നുമില്ല, നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് പിരിയും. മൂന്നാമത് ഉള്ള കാര്യം, ശാന്തതയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന കുടുംബ അന്തരീക്ഷം. ശാന്തതയും സ്നേഹവും, സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവരോട് മാത്രമല്ല, എല്ലാവർക്കും പരസ്പരം സ്നേഹമുള്ള ശാന്തതയുള്ള അവസരം. നാലാമത്തത് സന്തുലിതമായ സാമ്പത്തികം. മൂന്നാമത്തത് ശാന്തതയും സ്നേഹവും കുടുംബാന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുക. നാലാമത്തത് സന്തുലിതമായ സാമ്പത്തികം. എന്താണ് സന്തുലിതമായ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ? സാമ്പത്തികം നമ്മുടെ ജീവിതത്തിന് അനുയോജ്യമായ രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കഴിവാണ്, ഗൃഹഭരണത്തിന്റെ കഴിവാണ്, ഗൃഹഭരണത്തിന്റെ കഴിവാണ്. അഞ്ചാമത്തത് ഒരു ജനറേഷൻ തന്നെ എല്ലാ സൽഗുണങ്ങളും ഒത്തവരാക്കി മാറ്റുക. ഒരു ജനറേഷൻ, നമ്മളെ സ്വന്തം മക്കൾ മാത്രമല്ല, ഈ മക്കളുടെ അടുത്ത ജനറേഷനിലേക്ക് തന്നെ ഈ സൽഗുണങ്ങളെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, കൈമാറ്റം ചെയ്യാൻ കഴിയുക. ഈ 5 ഗുണങ്ങളാണ് ശരിക്കും ഒരു ഗൃഹഭരണം കൊണ്ട് നടക്കേണ്ടത്. അല്ലാതെ രാവിലെ പത്തിരി, ഉച്ചക്ക് ചോറ്, വൈകുന്നേരം കടി, രാത്രി ചപ്പാത്തി പ്ലസ് കറിയും, ഇതല്ല ഗൃഹഭരണം. ഗൃഹഭരണം എന്ന് പറയുന്നത് ഇതാണ്. ഈ പറയുന്ന രീതിയിൽ നടക്കുന്നതിനാണ് ഗൃഹഭരണം എന്ന് പറയുന്നത്. അപ്പോ അതിനുവേണ്ടി നാം സന്നദ്ധമാവുക. ഇനി നിങ്ങൾക്ക് ഇതിലൊക്കെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ. അഞ്ചാമത്തത് സൽഗുണങ്ങളുള്ള തലമുറയെ വളർത്തുക. ഇത് ഗൃഹഭരണത്തിന്റെ നേട്ടമാണ്. 5 ഗുണങ്ങൾ. പരിശുദ്ധ ഖുർആനിന്റെ സമീപന രീതി, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറൻ വഖൂദുഹൻ നാസു വൽ ഹിജാറതു അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. സൂറത്തുൽ തഹ്രീം. എന്താണ്? 6ാമത്തെ ആയത്താണത്. സത്യത്തിൽ ഒരു കുടുംബ ഭരണം നടത്തുന്ന സമയത്ത് നാം നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് സ്വർഗം നേടാൻ അതിന്റെ പ്രധാന ചേതോവികാരം, അതിന്റെ സ്രോതസ്, അതിന്റെ മോട്ടിവേഷൻ കേന്ദ്രം നമ്മളാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് റിസ്ക് ഉണ്ടെങ്കിൽ അത് ഒറിജിനൽ അല്ല, റിസ്ക് ഇല്ലാതെ ആസ്വദിച്ച് നടക്കും. ഇതിനെന്തൊക്കെയാണ് ഉണ്ടാകേണ്ടത്? ഇതിന് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെറിയൊരു ഹദീസ് കൂടി ഇവിടെ ഉദ്ധരിക്കാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള വലിയ മഹാന്മാരൊക്കെ ഉദ്ധരിച്ച ഹദീസ് കൂടിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. യഖൂലു സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി അൽ ഇമാമു റാഇൻ വൽ മസ്ഊലു വൽ ഇമാമു റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി വർ റജുലു റാഇൻ ഫീ അഹ്ലിഹി
വഹുവ മസ്ഊലുൻ അൻ റഇയ്യതിഹി വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വൽ മസ്ഊലത്തുൻ അൻ റഇയ്യതിഹാ വൽ ഖാദിമു റാഇൻ ഫീ മാലി സയ്യിദിഹി വ മസ്ഊലുൻ അൻ റഇയ്യതിഹി. എല്ലാവർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട്. ഭരണകർത്താക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്, പുരുഷൻ ഉത്തരവാദിത്വമുണ്ട്, സ്ത്രീക്ക് ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ കരുതുന്നത് തലയിലിടലാണെന്ന്. അതൊരു ഉത്തരവാദിത്വം തലയിൽ വെച്ചു കൊടുക്കാണ്. ആണോ? അല്ല. ഈ ഉത്തരവാദിത്വം എങ്ങാനും ഇല്ലെങ്കിലുണ്ടല്ലോ, ഇതിനോളം വലിയ കുലുമാല് വേറൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരാൾ വിദേശത്തുനിന്ന് വന്ന് വീട്ടിലാകെ കുലുമാലായി എന്നെ വിളിച്ചു. സാറേ, ഞാനിങ്ങനെ നിങ്ങളെ മറ്റേ ഇവിടുത്തെ ക്ലാസ്സിൽ അത് കണ്ടിട്ട് വിളിക്കുകയാണ്, എനിക്ക് വല്ലാത്തൊരു പെടപ്പെടല ഞാൻ പെട്ടു, വിദേശത്തുനിന്ന് വരണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പൊ ഇയാൾ പറഞ്ഞു നീളാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ചൊവ്വാഴ്ച നമ്മളെ മലപ്പുറം ഹാപ്പി സോൺ സെന്ററിൽ ലെറ്റ് നടക്കണം, നിങ്ങൾ അവിടെ വന്നാൽ മതി. ഇവർ വന്നു. ഇപ്പൊ എന്താ വിഷയം? അത് ഉമ്മ ഭയങ്കര കരച്ചിലും പറച്ചിലും. എന്തേ മോനെ, നിന്റെ ഭാര്യ വന്നതിന് ശേഷം അവളെ പൊന്നുപോലെ നോക്കി വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് കുഞ്ഞിനെ നോക്കി കൊടുക്കും, പണിയെടുത്തു കൊടുക്കും, അങ്ങനെ അവളെ പരിരക്ഷിച്ചു കൊണ്ടുവരുന്ന ഞാന് ഇപ്പൊ നോക്കുമ്പോ എന്നെ അവൾക്ക് പറ്റുന്നില്ല. എന്തേ വിഷയം? ഇവര് രണ്ടാളും വീട് മാറി താമസിച്ചു, വേറെ ആരുമില്ല. അതായത് ഈ മോനേ ഉള്ളൂ, ഈ മോന്റെ കൂടെയാണ് ഉമ്മ താമസിക്കേണ്ടത്. ഈ വീട് മാറി താമസിച്ച സമയത്ത് ഇയാളുടെ വീട്ടിലേക്ക് ഈ ഉമ്മ വന്നാൽ ഉമ്മാക്ക് കാര്യമായിട്ട് എന്താ, വന്നാൽ ചായ കൊടുക്കും, അതുപോലെ ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഉമ്മാക്ക് എന്ത് ഫീൽ ചെയ്യുന്നില്ല? ഞാൻ ഇവിടുത്തെ ആരാ ഫീൽ ചെയ്യുന്നില്ല. വലിയ പ്രശ്നമാണത്. അപ്പൊ ഒരാൾക്ക് ജീവിതത്തിൽ ഒരു മസ്ഊലിയത്തില്ലെങ്കിൽ, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ ഭയങ്കര ശൂന്യതയായിരിക്കും. ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു മാസം ഇതാ ഈ റൂമിൽ ഇവിടെ കിടക്കുക, ഇവിടെ ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, നിസ്കരിക്കുക, ഉറങ്ങുക, വേറെ ഒരു പണിയും ഇല്ല എന്ന് പറഞ്ഞോട്ടെ, ഉടച്ചോനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണമെന്ന് പറയൂലേ? ഇതിനെ ജയിലിൽ എന്ന് പറയാം. അവിടെ കിടക്കാൻ സ്ഥലം ഉണ്ടാവും, ഭക്ഷണം ഉണ്ടാവും, കാര്യമായിട്ട് ജോലി ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നമാണ്. ചിലയിടത്ത് ജോലിയൊക്കെ ഉണ്ടാവും, ജയിലിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഏതായാലും ഇതാണ് പ്രശ്നം. അപ്പൊ മസ്ഊലിയത്ത് എന്ന് പറയുന്നത് എന്താ? ഒരു മകൻ നന്നാകാൻ ഞാനാണ് കാരണം, ഭർത്താവ് നന്നാകാൻ ഞാൻ കാരണമാണ്, എന്റെ ഫാമിലിയിൽ ശാന്തത ഉണ്ടാകാൻ ഞാൻ കാരണമാണ്, ഇവരൊക്കെ ആഹാരം കഴിക്കുന്നത് ഞാനാകാൻ എനിക്ക് അവസരമുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് സബബാകാൻ എനിക്ക് അവസരമുണ്ട്. അങ്ങനെ ബാധ്യത ഇസ്ലാം വെച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ സാമൂഹിക സന്ദർഭത്തിൽ പുരുഷൻ പുറത്തും പോയി ഭക്ഷണവും വെച്ച് അങ്ങനത്തെ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മളത് ചെയ്യുന്നു, അല്ലാതെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടില്ല ചെയ്തു. പക്ഷെ സാമൂഹിക സാഹചര്യത്തിൽ അത് ഏറ്റെടുക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നമ്മൾ അത് ഏറ്റെടുക്കും. അപ്പൊ അതിലൊരു സുഖം, അതിലൊരു സന്തോഷം. ഈ സന്തോഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എല്ലാം റെഡി ആയിരിക്കും. ഭക്ഷണം കറക്റ്റ് സമയത്തുണ്ടാവും, അല്ലെങ്കിൽ എപ്പോഴും വെയിറ്റ് ഉണ്ടാവും. ഒരു ഭക്ഷണത്തിന് നിങ്ങൾ ഇറങ്ങുമ്പോൾ, നിങ്ങൾ സുബഹി നിസ്കരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഉണ്ടാകുന്ന പ്രതിഫലം എന്താണോ, നിങ്ങൾ ഒരു ജുസ് ഖുർആൻ ഓതുക. ഈ ഖുർആൻ ഓതുന്നതിനാണോ ഭക്ഷണം ഉണ്ടാക്കുന്നതിനാണോ കൂടുതൽ പ്രതിഫലം? ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം ഇവിടെ ഒതുങ്ങും. ഖുർആൻ ഓതണ്ടെന്ന് കേൾക്കല്ലേ ഞാൻ പറഞ്ഞത്. ഖുർആൻ ഓതിയാൽ അതിവിടെ തീരും, നിങ്ങളിൽ ഒതുങ്ങും. അതേസമയം നിങ്ങൾ അവിടെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുട്ടി മദ്രസയിൽ നേരത്തെ പോകുന്നത് നിങ്ങൾ മുഖേനയാണ്, ഭർത്താവ് ജോലിക്ക് നേരത്തെ പോകുന്നത് നിങ്ങൾ കാരണമാണ്. അപ്പൊ ഇവരെല്ലാം സ്വസ്ഥത ഉണ്ടാകുന്നതിന്റെ കാരണം ഈ ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ ഖുർആൻ എന്നിട്ട് ഓതിയാൽ മതി. കൂലി കൂടുതലാ, മനസ്സിന് സുഖം കൂടുതലാ. അതിനാണ് ഹ്യൂമാനിറ്റി, ഹ്യൂമിലിറ്റി, മാനുഷിക മൂല്യം, ധാർമ്മികത, വിനയം, ഇതൊക്കെ പറയുന്നത് ഇതിനാണ്. ഇതാണ് ഇസ്ലാമിക് ലൈഫ് മോഡ്. ഇനി ഗൃഹഭരണത്തിന്റെ പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? ഒന്ന്, ആത്മീയതയുള്ള ഗൃഹഭരണം, ആത്മീയതയുണ്ടാക്കുന്ന ഗൃഹഭരണം. ഇതിന് ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു 2 പേജ് A4 ഒരു ഇത് തരും. അത് നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ചു തരും. ഇനി നല്ല താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ലെറ്റിലോ ഓൺലൈനായോ ഫിസിക്കലായോ ജോയിൻ ചെയ്യാം. എന്നാൽ അതിൽ കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ നിങ്ങൾക്കൊരു 1.5 മാസം കൊണ്ട് ലൈഫിൽ ആരോഗ്യത്തിന് മാറ്റം ഉണ്ടാകും, മാനസിക വിഷയങ്ങൾക്ക് എല്ലാറ്റിനും മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നത് കാണാം. പക്ഷെ അത് ഞാൻ ഷെഡ്യൂൾ ശേഷം പറയാം. എന്തൊക്കെയാണ് ആത്മീയ ഗൃഹഭരണത്തിന് ഉണ്ടാകേണ്ടത്? ഒന്ന്, 5 നേരത്ത് ഫസ്റ്റ് ടൈമിൽ നിസ്കാരം നടക്കണം. 5 നേരവും ആദ്യ വക്കത്തിൽ നിസ്കാരം നടക്കണം നമ്മളെ വീട്ടിൽ. ശ്രദ്ധിക്കണം, നമ്മൾ നിസ്കരിക്കുമ്പോൾ വേറൊരാൾ നിസ്കരിക്കാത്തതിന് ബഹളമൊന്നും വെക്കരുത്. നമ്മൾ നിസ്കരിച്ചാൽ മതി. വേണമെങ്കിൽ വേറൊരാൾ ഉണർത്തിക്കോ 1 വട്ടം, 2ാമത് വേണ്ട. വല്ലാതെ മുട്ടിയിട്ട് നിവൃത്തിയില്ലെങ്കിൽ 2ാമത് പറഞ്ഞ, 3ാമത് എന്തായാലും വേണ്ട. വേറൊരാളെയും ശല്യം ചെയ്യേണ്ട, നിസ്കരിച്ചാൽ മതി. വേറൊരാളെയും മക്കളെ ആയാലൊന്നും നിർബന്ധിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മക്കൾ നിസ്കരിക്കേണ്ടതില്ല എന്നല്ല, മക്കൾ നിർബന്ധമായും നിസ്കരിക്കണം. അതിന് ഇങ്ങനെ ചെയ്താലാണ് ഫലം കാണുക.
അല്ലെങ്കിൽ ചിലപ്പോ ഒക്കെ മോൻ വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ ഇതൊന്ന് വരച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങ് നിസ്കരിക്കട്ടെ, നീ ഉമ്മാന്റെ പറച്ചിൽ കേട്ടാ വിചാരിക്കും ഇതും വരക്കട്ടെ, 4 കൂടി വരക്കട്ടെ എന്നിട്ട് നിസ്കരിക്കാം. അതാണ് പറച്ചിൽ കൂടിയാലുള്ള പ്രശ്നം. അപ്പൊ അതായത് നമ്മുടെ സ്വഭാവം പെരുമാറ്റം മോശമായി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ 1 5 നേരം നിസ്കാരം, 2 ഖുർആൻ പാരായണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എങ്ങനെ പാരായണം ചെയ്യുന്ന നല്ലതെന്നറിയോ? ഒരു നല്ല വൃത്തിയുള്ള, കാണാൻ നല്ല സ്റ്റൈലുള്ള നല്ലൊരു ഖുർആൻ വെക്കുന്ന ഒരു പീഠം, അതിനുവേണ്ടി ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ഇരിപ്പിടം, ഇതെല്ലാം അടിപൊളിയായിട്ടുള്ളതാണ്. ആ ജനലം നടക്കും, ഒരാൾ ആ ജനലം നടക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളും കൂടി അങ്ങ് ഫുട്ബോൾ ഗ്രൗണ്ടിലെത്തും. അമ്മാതിരി അനൗൺസ്മെന്റ്. ഇത് പൂട്ടുന്നുണ്ട് തുറന്നതാണോ അത്? അപ്പോ ഈ പരിപാടി നടത്തുമ്പോൾ സംഘാടകരുടെ എണ്ണം കൂടുതൽ വേണമെന്ന് മനസ്സിലായില്ലേ? അപ്പോ ഖുർആൻ പാരായണം, ഇത് രണ്ടിന്റെയും സമയത്ത് ഖുർആൻ നല്ലൊരു ഇരിപ്പിടം, അടിപൊളി ഇരിപ്പിടം, നല്ല പീഠം, അത് വെക്കാനുള്ള സ്റ്റാൻഡ്, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഖുർആൻ ഓതേണ്ടത്. ശ്രദ്ധിക്കേണ്ടത്, ഈ നിസ്കാരവും ഖുർആൻ ഓത്തും മുടങ്ങുന്ന സമയങ്ങളിൽ അതിനു വേണ്ടിയുള്ള ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് ബാങ്ക് കൊടുത്താൽ ഉടനെ ഉള്ള ഒരു 10 മിനിറ്റ് സമയം ഒന്ന് ഫ്രഷ് ആകുക, ജസ്റ്റ് ഫ്രഷ് ആയാൽ മതി. കാരണം ഇസ്ലാമിൽ നമുക്ക് ആവശ്യമായ നദാഫത്ത്, ആവശ്യമായ വൃത്തി, ആവശ്യമായ ശുദ്ധി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വേണ്ട. അത് ശുദ്ധിയും വൃത്തിയൊന്നുമല്ല, രോഗം വേണ്ടാത്തതാണ്. അതായത് കുളിക്കാൻ എന്ത് വേണ്ടു? ശരീരം മുഴുവനൊന്നും മര്യാദയ്ക്ക് വെള്ളെത്തിയാൽ മതി. അതിങ്ങനെ എല്ലാ ദിവസവും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും സോപ്പ് തേക്കാൻ പാടില്ല. സോപ്പ് ഭയങ്കര അപകടമാണ്. സോപ്പ് ശരീരത്തിൽ എവിടെയൊക്കെ എല്ലാ ദിവസവും തേക്കേണ്ടതെന്നറിയോ? കക്ഷം, തുടയിടുക്ക്, അതുപോലെ ലൈംഗികാവയവങ്ങൾ, ഇങ്ങനെ നെക്ക്, ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും സോപ്പ് തേച്ചാൽ നല്ലതാണ്. അല്ലാത്ത ഭാഗങ്ങളിൽ എല്ലാ ദിവസവും സോപ്പ് തേക്കണ്ട. ആഴ്ചയിൽ 2 ദിവസമൊക്കെ തേച്ചാൽ മതി. ഇനി അഥവാ എല്ലാ ദിവസവും തേക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യരുത്? വല്ലാതെ തീരെ തേക്കരുത്. ഒന്ന് ജസ്റ്റ് തേച്ചാൽ മതി. ഡോറടക്കും മോനെ. അയ്യോ, അത് ഇപ്പോ അവിടെ ഒരു പോലീസുകാരൻ വേറെ വേണമല്ലോ. അപ്പോ ഈ ഖുർആൻ എഴുതുമ്പോഴും നിസ്കരിക്കുമ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് അത് വേണ്ടാത്ത സമയങ്ങളിൽ ജസ്റ്റ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. എന്തിനാണെന്നറിയോ? നിങ്ങൾ ഈ വിശപ്പ് കണ്ടിട്ടില്ലേ? നിങ്ങൾ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക 9 മണിക്കാണ് സങ്കല്പിക്കുക. ഒരു ദിവസം കുടിയിരിക്കലിന് പോയിട്ട് അന്ന് മര്യാദയ്ക്ക് കോഴിക്കറിയും പത്തിരിയും എല്ലാം കൂടെ എന്ത് ചെയ്തു? തട്ടി. എപ്പോ? 6 മണിക്ക്. പക്ഷെ അന്ന് 9 മണിയാകുമ്പോൾ ജസ്റ്റ് ഒന്ന് വിശക്കും, ഇല്ലേ? ജസ്റ്റ് ഒരു വിശപ്പ്, കഴിക്കൊന്നും വേണ്ട. ആദ്യം നമ്മള് ഇന്ന് നേരത്തെ കഴിച്ചൊന്ന് ഓർമ്മയായാൽ മതി, ഇപ്പൊ റെഡി ആയിക്കോളും. അപ്പോ ഇതുപോലൊരു സംഗതി ഉണ്ട്. നമ്മുടെ ജീവിതത്തിനൊരു ടൈം ക്ലോക്കിംഗ് ഉണ്ട്, ഒരു ടൈമിംഗ് സംവിധാനമുണ്ട്. അത് നമ്മൾ ബ്രേക്ക് ചെയ്യരുത്. അതിനെന്ത് ചെയ്യണം? ആ നിസ്കാരത്തിന്റെ ഫസ്റ്റ് ടൈമിൽ ജസ്റ്റ് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക. അത് ചെയ്താൽ അത് അടിപൊളിയാകും. പിന്നെ ദുആ ദിക്ർ, ഇത് ദിക്ർ നിസ്കാര ശേഷമാകാം, അതുപോലെ ലൈഫിലെ ഏത് ഭാഗത്തും ആകാം. ഈ ദിക്ർ എന്ന് പറയുന്ന ഒരു അഫർമേഷനാണ്. ഞാനത് പറഞ്ഞാൽ നീണ്ടുപോകും, ചുരുക്കി പറയാം. ഒരു ദിവസം നമ്മളെ മലപ്പുറം ലെറ്റ് നടക്കുമ്പോൾ ആരോ ഒരാള് എന്തൊരു പ്രശ്നം പറഞ്ഞു. എന്തായിരുന്നു? വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഈ പ്രശ്നം, അതായത് എന്തൊരു കുടുംബ ഇഷ്യൂസോ അല്ലെങ്കിൽ തമ്മിലുള്ള റിലേഷന്റെ പ്രശ്നമാണ്. ഈ തമ്മിലുള്ള ബന്ധം മോശമായത് കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പൊ ഞാൻ അതിന് പരിഹാരം പറഞ്ഞു. നിങ്ങൾ ജസ്റ്റ് ഒരു അഫർമേഷൻ 2-3 സെന്റൻസ് പറഞ്ഞു. ഈ സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ആവർത്തിച്ച് പറയാ, ശരിയാവും. ആവർത്തിച്ച് പറഞ്ഞു, ശരിയായി. അപ്പൊ എന്താ സംഭവം? നിങ്ങളുടെ ഉപബോധ മനസ്സിലെ നെഗറ്റീവുകൾ കളയാൻ ബോധ മനസ്സിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ചില വാക്കുകൾ ആവർത്തിച്ച് പറയുന്നതാണ് അഫർമേഷൻ. ഇതന്നെ ദിക്റും. നിങ്ങൾ കണ്ടില്ലേ? ഇതാ അസ്വാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കൊരു പ്രയാസം വന്നാൽ, വിഷമം ഉണ്ടാവും. വിഷമം നീങ്ങാൻ എന്താ ചെയ്യേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എനിക്ക് വിഷമമൊന്നുമില്ല, എല്ലാം അള്ളാഹുവിൻ്റെതാണ്, ഇതിലും വലിയ ഇനിയും വരാം, കാരണം ഞാൻ തന്നെ പോകൂലേ. ഇപ്പൊ ഇതിനെല്ലാം സംഭവിച്ചിട്ടുള്ളൂ, നമ്മൾ തന്നെ അടക്കി എടുത്തു പോകും. പിന്നെന്താ ബേജാറാകാൻ? അതുകൊണ്ട് ബേജാറാകാനൊന്നുമില്ല, ഇത് ചെറുതാ. ഇതാണ് സന്തോഷമില്ല, വിഷമമുണ്ട്, പക്ഷെ വിഷമം നീക്കാൻ വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇതാണ് ദിക്ർ എന്ന് പറയുന്നതിന്റെ മറ്റൊരു മുഖം. ഇത് നമ്മൾ ഡെയിലി ഉപയോഗപ്പെടുത്തുന്നതാണ് ദിക്ർ ദുആ എന്ന് പറയുന്നത്. മനസ്സിനെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ലാ ഹൗല, അർശിന്റെ തണലിലെ നിധിയാണ് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. എന്താ അർശ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നിങ്ങൾ ആകാശം കാണുന്നില്ലേ? ഈ ആകാശത്തിന്റെ എത്രയോ മടങ്ങ് വലുതാണ് അർശ് എന്ന് പറയുന്നത്. അതായത് ഈ ആകാശം, ഇത്രയും വലിയ ആകാശം അർഷിലേക്ക് ചേർത്തിയാൽ, ആകാശത്തിൽ ഒരു നാണയം വെച്ചാൽ നാണയം എത്ര ചെറുതാ, അതുപോലെ ചെറുതാണ് അർഷില് ഈ ആകാശലോകം എന്ന് പറയുന്നത്. അത്രയും വലിയ ഒരു അത്ഭുതങ്ങൾ നിറഞ്ഞ ലോകമാണ് അർഷ്.
ആ അത്ഭുതങ്ങൾ നിറഞ്ഞ ലോകത്തെ അർശിന്റെ നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. എന്ന് പറഞ്ഞാൽ അത്ര പവർഫുൾ ആണ് ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹു ദിക്റാണ്, ബെസ്റ്റ് ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ബെസ്റ്റ് ദിക്റാണ്, നല്ല ദിക്റാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നല്ല നല്ല ദിക്റുകൾ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നല്ല ദിക്റാണ്, അല്ലാഹു എനിക്ക് മതി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ദിക്റുകൾ, ദ്വാകൾ എപ്പോഴും ദ്വാ ചെയ്യണം. നമുക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ഗുരുനാഥന്മാർക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അയൽവാസികൾക്ക് വേണ്ടി. അയാളുടെ ചോനെ അയൽവാസിയോ ഓള് ഇമ്മാതിരി ശല്യം ചെയ്തു വരുത്തി ഒക്കെ വേണ്ടി അത് വേർക്കണ്ട. അപ്പൊ നമ്മളെ മനസ്സ് നന്നാകുക. ഒരാൾ ഒഴിഞ്ഞു വരും. നമുക്കറിയാവുന്ന എല്ലാവർക്കും വേണ്ടിയും ദ്വാ ചെയ്യണം. ഇനി ഇസ്ലാമികമായ ചർച്ചകൾ നടക്കണം. ആത്മീയ ഗൃഹഭരണത്തിന്റെ പോയിന്റുകൾ: 1 നിസ്കാരം, 2 ഖുർആൻ, 3 ദിക്ർ, 4 ഇസ്ലാമികമായ ചർച്ച, 5 ഹലാൽ എന്ത് ഹറാം എന്ത് എന്ന അവയർനെസ്. ഇതൊരു വലിയ കാര്യമാണ്. ഭയങ്കര ഉഷാറം ഫാമിലിയ, തറവാട, ഉസ്താദ, മൊലിയാര, ആജിയാര. പക്ഷെ കല്യാണത്തിന് കേടുന്ന കല്യാണം മണ്ഡപത്തിലല്ല. ഇങ്ങനെ അവിടെ ഹറാമും ഇല്ല, ഹലാലും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ഹറാമ് ഹലാൽ അവയർനെസ് ഇല്ലാത്തവരായി മാറരുത്. അതൊരു പ്രധാന ഘടകം. അവയർനെസ് ആണ് ഏറ്റവും വലുത്. അവയർനെസിന്റെ ബാക്കിയൊക്കെ എളുപ്പം. ഈ അടുത്തൊരു ദിവസം ഞാനിപ്പോ അടുത്ത കാലത്തൊന്നും കല്യാണങ്ങൾക്ക് പൊതുവേ പോകാറില്ല. ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ അറിയാം, എന്റെ മക്കളെ കല്യാണമൊക്കെ വരുമ്പോ കല്യാണത്തിന് ഇസ്ലാമികമായി എന്തൊക്കെയാണോ മംദൂഹാണെന്ന് പറഞ്ഞാൽ അത് മാത്രം ചെയ്യും. എന്താ നിക്കാഹിന് എന്താ വേണ്ടത്? 2 സാക്ഷി, അതുപോലെ ആ വേണ്ടപ്പെട്ട ആൾക്കാർ ബഹുമാനമുള്ള ഒരു പള്ളിയോ മറ്റോ അവിടുന്ന് നിക്കാഹ് ചെയ്യുക. വലീമത്തപ്പോഴാ ഇവര് രണ്ടാളും ജീവിതമൊക്കെ ഒന്നിച്ച് പോയതിനു ശേഷം, ഒന്നിച്ചതിന് ശേഷം അവർക്ക് എപ്പോഴാണോ വലീമത്ത് കൊടുക്കാൻ തോക്കത്തുള്ളത് അപ്പൊ ഒരു വലീമത്തും കൊടുക്കട്ടെ. ഇത് പുതിയാപ്പുള പോക്ക്, പുതിയ വരവ്, ശൈത്താൻ പോക്ക് എന്നൊക്കെ പറയും പോലെ ഈ വരവും പോക്കും ഈ ശൈത്താന്യത്വം കൊണ്ട് ഉള്ള ലക്ഷങ്ങൾ മുഴുവനും നശിപ്പിക്കുക, ഹറാമ് മുഴുവനും വാരിക്കും. എന്നിട്ട് കുടുംബവും നശിച്ചു, നാടും നശിച്ചു. ഇങ്ങനെ ഒരു വിവാഹം എവിടെയാ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്? ഇസ്ലാമിലില്ല. നല്ലൊരു സാമൂഹ്യ സൃഷ്ടിപ്പിൽ ഇത് ആവശ്യമേ ഇല്ല, തിരുത്തേണ്ടതാണ്. നല്ലൊരു ഫാമിലി കല്യാണം നടക്കുകയാണ്, എൻഗേജിങ്ങിന് പോവാണ്. എൻഗേജിന് പോകുമ്പോ എങ്ങനെയാ? ഇവൻ പോയി ഓളെയും കൂട്ടി സ്റ്റേജ് പോലെ കൂട്ടിയിട്ട് മാല ഇടല്, പിടിച്ച് കറക്കല്. ഇവരെയൊക്കെ മാനസിക രോഗത്തിന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് മാനസിക രോഗം. വിവാഹം സെറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് ഇവന്റെ ആദർശം അനുസരിച്ച് ഹറാമാണെന്ന് വിശ്വസിക്കുന്നത് ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട് മുമ്പിൽ. ഇങ്ങനെ അധപ്പതിക്കുന്നത്, ഹറാം ഹലാൽ അവയർനെസ് എന്ന് പറയുന്നത്, ബോധ്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് ആത്മീയ ഗൃഹാന്തരീക്ഷം നഷ്ടപ്പെടുന്നത്. ഇനി അടുത്തത് 5ാമത്തെ ഭാഗം, സാമ്പത്തിക ഗൃഹഭരണം. സാമ്പത്തിക ഗൃഹഭരണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, വരുമാനം എപ്പോഴും ഹലാലാകണം എന്നതിൽ ഒന്നാമത്തെ ചിന്ത നമുക്കായിരിക്കണം. ഒരു ദിവസം എന്നോടൊരാൾ പറഞ്ഞു, നല്ല സാമ്പത്തിക വരുമാനമൊക്കെ ഉള്ള ആളാട്ടോ, അയാള് തീരെ സാമ്പത്തിക ശുദ്ധി കാണിക്കാതിരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത ആളല്ലേ മൂപ്പര്, നിങ്ങളൊന്ന് പറയണം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറേയൊക്കെ ശ്രദ്ധിച്ചിരുന്നു, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അത് വീട് ഞാൻ എടുത്തു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനം എനിക്കുണ്ട്, ഒരു നല്ലൊരു വരുമാന സ്രോതസ്സുണ്ട്. അങ്ങനെ ഞാൻ വീടെടുത്ത് എല്ലാം കൂടെ അതിന്റെ കടം തീരാൻ ഒരു 1-2 കൊല്ലം മതി. ആ സമയത്താണ് ഭാര്യ പറയുന്നത്, ഒരു ആല വേണം. ആല അടുത്ത വീട്ടുകാര് വലിയ 25 ഏക്കറുള്ള വീട്ടുകാരാണ്. ഈ വീട്ടുകാർക്ക് ഒപ്പിച്ചിട്ടുള്ള ആല വേണം. എന്നാല് ആല ഇവിടെ റെഡിയല്ലേ, പശുവിന്റെ ആല എന്ന് പറഞ്ഞാൽ ഇത് വേണോന്ന് പറഞ്ഞു. അപ്പൊ അതിനൊപ്പിച്ചുള്ള ആലയും കൂടി എടുത്തപ്പോ അത് 2 കൊല്ലം എന്നുള്ളത് 10 കൊല്ലത്തേക്കുള്ള കടായി മാറി. അതെല്ലാം കൂടെ ഒരു കോലത്തിലായി തീർന്നപ്പോ ഇവര് പറഞ്ഞു, ഇത് കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞു, ഇനി എന്തു വേണം, ബാക്കിൽ ഒരു കൂടയും കൂടി എക്സ്ട്രാ വേണം. എന്തിനാ? വിറകിടാൻ. ഇവർക്ക് ഉള്ളത് 60 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഇവർക്ക് വിറകായിട്ടൊരു സാധനം അവിടെ ഇല്ല, പക്ഷെ വിറക് വീണ്ടുള്ള കൂടെ വേണം. ഇതെല്ലാം കൂടി ആയപ്പോ ഇനി കടം വീട്ടുന്നുള്ള പരിപാടിയെ ചിന്തിക്കാതായി. എന്തേ കാരണം? വീട്ടുകാരിക്ക് ഹലാൽ ഹറാം അല്ല വരുമാനം ഹലാലാകണം എന്ന കാഴ്ചപ്പാടിൽ മിസ്സിംഗ് ഉണ്ടായപ്പോഴാണ് ഭർത്താവ് റൂട്ട് മാറിയത്. എന്തുകൊണ്ടാണെന്നറിയാം? പണ്ടൊരാൾ പറഞ്ഞു, ഒരു ദിവസം ഒരു കുറ്റിയാടി ഭാഗത്ത് നല്ല തമാശ പറയുന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. ഈ ഉസ്താദ് ഈ ഒരു ഇതിനു വേണ്ടി, പിന്നെ നമ്മളെ സ്കോളർഷിപ്പിന് വേണ്ടി മുദ്രപ്പാർപ്പാൻ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. നിങ്ങളും ക്യൂ നിൽക്കുകയാണെന്ന് ചോദിച്ചു. ഇയാൾ പറഞ്ഞു, അതൊന്നും പറയേണ്ട മോനെ, ഭയങ്കര കഥയാണ്. ഞാൻ ചോദിച്ചു, എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ആരോട് തെറ്റിയാലും വീട്ടുകാരോട് തെറ്റില്ല, കാരണം ചവിട്ട് കൂറ പോയ പോലെ. ചവിട്ട് കൂറ പോയാൽ അത് പോയവർക്ക് അതിന്റെ സുഖം തിരിയുള്ളൂ. അപ്പോ അവിടെ സ്വസ്ഥത ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കൂല. ഇതുപോലെയാണ് ഇവിടെ വരുമാനത്തെക്കുറിച്ചുള്ള ബോധ്യം ആദ്യം ആർക്കുണ്ടാകണം? നമുക്കുണ്ടായാലാണ് ബാക്കിയെല്ലാം നേരെയാണ്. പെട്ടെന്ന് നേരെയാണ്, വേഗം എളുപ്പമാണ്. നമ്മൾ പറയാണ്, നമുക്ക് ഈ ഉള്ളത് മതി, ഇതുകൊണ്ട് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് ജീവിക്കാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ, സന്തോഷകരമായിട്ട് ജീവിക്കും. നമ്മൾ തീരുമാനിച്ച പിന്നെ അവിടെ ഒരു പ്രശ്നവുമില്ല, ഭംഗിയായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാം. രണ്ടാമത്തത് എന്താ അറിയോ?
ചിലവ്. ചിലവ് നമ്മുടെ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ഭംഗിയാണ്. ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നു, പരസ്പരം നമ്മൾ വരവും ചിലവൊക്കെ അറിയണം എന്ന കാഴ്ചപ്പാടാണ് ഇവിടെ എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. പക്ഷെ ആദ്യം ആര് റെഡിയാകണം? നമ്മള് വരവും ചെലവും കഴിച്ച് ആ വരവ് നമ്മളിങ്ങനെ കണക്കൂട്ടി നമ്മൾ തന്നെ ചെലവിന്റെ ആളായി മാറരുത്. പരസ്പരം ഉഭയസമ്മതത്തോടെയുള്ളതാകണം. അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി അടിപൊളിയായിട്ട് വിജയിക്കും. അഥവാ ചിലവ് നിയന്ത്രിക്കുക എന്ന് പറയുന്ന പരിപാടി വളരെ ഭംഗിയായിട്ട് പോകാം. അനാവശ്യമായി കടം വരരുത്, ആവശ്യമില്ലാതെ കടം വാങ്ങരുത്. ആവശ്യമുണ്ടായാൽ പോലും തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന അവസരത്തിൽ മാത്രമേ കടം വാങ്ങാവൂ. ഇത് നമുക്കും കൂടി നിർബന്ധം ഉണ്ടാകണം. അതിലെ മൂന്നാമത്തെ പോയിന്റ്, അതിലെ അടുത്ത പോയിന്റ് എന്താ അറിയോ? സമ്പാദ്യം ഈ വിഷയങ്ങളിലെല്ലാം നമുക്ക് സേഫ്റ്റി ഉണ്ടാകണം. എപ്പോഴും വരുമാനത്തിന്റെ വിഷയത്തിൽ സേഫ്റ്റിയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഇപ്പൊ ജോലിക്ക് പോകുന്ന ഭർത്താവിനെ അയാളുടെ ജോലി നല്ല കണ്ടീഷനിൽ നിലനിൽക്കണമെന്ന് ചിന്തിക്കേണ്ടത് നമ്മളാണ്. അല്ലെങ്കിൽ അയാൾ ജോലിയിൽ നിന്ന് തെറിക്കുന്നു, അയാൾ ജോലിയിൽ നിന്ന് തെറിച്ചാൽ നമുക്കും കൂടി പരുക്കുണ്ടാകും. ഒരാൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അയാൾ ബിസിനസ് സേഫ് ആയിട്ട് പോകണം എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അതിനെന്താ വേണ്ടതെന്ന് അറിയാം. ഞാൻ ഒരിക്കലും ഒരു സമ്പന്നനായ ഒരാളുടെ ഭാര്യ മരിച്ചു. അയാൾ ഒരു കൗൺസിലിങ്ങിന് വന്നൊരിക്കൽ. അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ചില സമയത്തൊക്കെ മരിച്ച ഗുണമായി എന്ന് തോന്നലുണ്ട് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഒന്ന് പതറിപ്പോയി. കാരണം ആ സഹോദരിയെ കുറിച്ച് അല്ലാഹു പരലോകം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, നല്ല മുത്തഖിയത്തായ പെണ്ണാണ്. അപ്പോ ഇവര് പറഞ്ഞു, നല്ല എനിക്ക് വലിയ ബഹുമാനമൊക്കെയാണ്, പക്ഷെ ചില സമയമൊക്കെ എനിക്ക് അങ്ങനെ തോന്നിപ്പോയി എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താണ്? ഇപ്പൊ പറഞ്ഞു, ഞാൻ പലപ്പോഴും വലിയ വലിയ ബിസിനസ്, വലിയ കോടീശ്വരനാണ്, വലിയ ബിസിനസ്സിനും വലിയ ബിസിനസ് മീറ്റിങ്ങിനും കാര്യങ്ങൾക്കെല്ലാം പോകാൻ ഇറങ്ങി നോക്കിയാൽ ഉടുക്കാനുള്ള മുണ്ടുണ്ടെങ്കിൽ കുപ്പായം ഉണ്ടാവില്ല, കുപ്പായം ഉണ്ടെങ്കിൽ മുണ്ടുണ്ടാവില്ല, ഇത് രണ്ടും ഉണ്ടെങ്കിൽ വേറൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുണ്ട്. അതേസമയം ഇപ്പോ ഒരു സഹോദരി പാർട്ട്ണറായി വന്നപ്പോ എപ്പോ നോക്കിയാലും 4 കൂട്ടം സെൽഫിൽ ഇത് അടുക്കി വെച്ചിട്ടുണ്ടാവും, ഇസ്തിരി ഇട്ടത്. ഇത് കാണുമ്പോൾ എനിക്കിങ്ങനെ തോന്നി, എന്റെ എത്ര മീറ്റിംഗാ കൊളായെന്നറിയാം, എന്റെ എത്ര ബിസിനസ്സിലാണ് ഞാനിങ്ങനെ 2ാം നമ്പറായെന്നറിയാം, ഒറ്റ കുപ്പായം കൊണ്ട്. ഇത് ആലോചിക്കുമ്പോൾ എനിക്കിങ്ങനെ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ഇതെവിടുന്ന് വന്നതാ? ഈ സേഫ്റ്റി ഉണ്ടാകണം എന്നുള്ളതിന്റെ ഫസ്റ്റ് തിങ്കിങ് വരേണ്ടത് നമുക്കാണ്. അത് നമുക്കുണ്ടെങ്കിൽ പിന്നെ ആ ലൈഫ് ഭദ്രമാണ്. എത്ര വലിയ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്ന് പറയുന്ന കാര്യമില്ല, ഇതിൽ ഫസ്റ്റ് തിങ്കിങ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രിഫറൻസ്, പ്രാധാന്യം നമുക്കാണ്. ഇനി ബന്ധം ഊഷ്മളമാവുക, പരസ്പരം ബഹുമാനം ഉണ്ടാവുക. ഞാൻ ഒരിക്കലും ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുമ്പോൾ ഒരു ട്രെയിനിങ്ങിൽ ഭയങ്കര സജീവമായ ഒരു ലേഡി, ഭയങ്കര ട്രെയിനറൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ ഹസ്ബൻഡിനോട് സംസാരിക്കുന്നത് പലപ്പോഴും റെസ്പെക്ട്ഫുൾ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നല്ലൊരു ട്രെയിനർ എപ്പോഴും ഹസ്ബൻഡിനെ റെസ്പെക്ട്ഫുൾ ആയി സംസാരിക്കും, അവൾ ബഹുമാനപൂർവ്വം സംസാരിക്കും. അപ്പൊ അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ ഒരു കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവരൊരു ജോബും ഇതൊക്കെ ഡിസോർഡർ ആയ ഒരു സമയത്ത് ഒരു അപ്പോയിന്റ്മെന്റ് ഇതിനു വേണ്ടി വന്നു. അപ്പൊ നോക്കുമ്പോൾ ഇതിന്റെ അടിസ്ഥാന കാരണം ഇവിടെയാണ്. എന്ത്? സ്വന്തം ഹസ്ബൻഡിനെ ബഹുമാനിക്കാൻ കഴിയാത്തത് ബന്ധങ്ങൾ നമ്മൾ അറിയാതെ മുറിഞ്ഞു പോകാൻ കാരണമാണ്. സംഗതി ശരിയാണ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇടപാടുകൾ, ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അതങ്ങനെയുള്ളതാണ്. പക്ഷെ അതിന്റെ പേരിൽ പരസ്പരം ബഹുമാനം ഇല്ലാതിരിക്കരുത്. പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളത് കഴിവാണ്, കഴിവ് കേടല്ല, കഴിവാണ്. ബഹുമാനം തോന്നുന്ന പെരുമാറ്റങ്ങൾ പ്രത്യക്ഷമായി ഉണ്ടാകണം എന്നർത്ഥം. ഇനി ഒരു കാര്യം പറയുമ്പോൾ എപ്പോഴും ശാന്തതയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ശാന്തതയോടെ പറയാൻ ശ്രമിക്കുക, ശാന്തതയുള്ള വാക്കുകൾ പറയാം. ഇപ്പൊ പുറപ്പെടാൻ ഉദ്ദേശിച്ച സമയത്ത് പുറപ്പെട്ടിട്ടില്ല, നമ്മൾ രണ്ടാളും കൂടി ഒരു സ്ഥലത്ത് പുറപ്പെടാൻ ഇറങ്ങിയാണ്, നിങ്ങൾ എന്തൊരു കളിയായി കളിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ, വല്ലാതെ ഇടങ്ങാറാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംഗതി രണ്ടും ഒന്നാ. പക്ഷെ ഭാഷ നന്നായി ഭയങ്കര സംഭവം ട്രാൻസാക്ഷൻ ആകും. പരസ്പരം ബഹുമാനിക്കുക, ശാന്തമായ സംവാദം, കുറ്റപ്പെടുത്താതിരിക്കുക, മാക്സിമം കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുക. കുട്ടികളോടുള്ള ബന്ധം നന്നാകാൻ, പരസ്പര ബന്ധം, കുട്ടികളോടുള്ള ബന്ധം നന്നാകാൻ സ്നേഹമുണ്ടാകണം, നിലപാടും ഉണ്ടാകണം. സ്നേഹമുണ്ടാകണം, നിലപാടും ഉണ്ടാകണം. എന്താണ്? കുട്ടികളോട് എപ്പോഴും സ്നേഹമാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നു, കുട്ടികൾ വാതിൽ തുറക്കും, ഇറങ്ങും, അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അതേസമയത്ത് അപകടം ഉണ്ടാകുന്ന മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്യാം. ഇത് വേണ്ട, അവിടെ മറ്റത് അംഗീകരിച്ചാൽ മാത്രമേ ഇത് വേണ്ട, ഇത് മോനെ അപകടം ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ശാന്തമായി പറയാൻ പറ്റിയാൽ സ്നേഹവും ഈ നിലപാടും ഒരുപോലെ ഗൗരവത്തോടെ ഉണ്ടാകണം. 2, കുട്ടികൾ എപ്പോഴും കേൾക്കണം. ഉമ്മ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ മോനെ, നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ കേൾക്കണം. കുട്ടികൾ വിളിക്കുന്നത് ഏത് അർത്ഥത്തിലാണോ അതുപോലെ കേൾക്കണം. അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും. ചിലപ്പോൾ ഒരു തുമ്പി അതിലൂടെ പോയതായിരിക്കും, ഒരു പൂമ്പാറ്റ ഇതിലൂടെ പറഞ്ഞതൊക്കെ ആയിരിക്കും പറയാനുണ്ടാകുക. അത് കേൾക്കണം. അവരർഹിക്കുന്ന രീതിയിൽ നമ്മൾ കേൾക്കണം. പിന്നെ കുട്ടികളോട് താരതമ്യം ചെയ്യരുത്. നീ നോക്ക്, മറ്റോൻ എത്ര ഉഷാറാ, പറയേ ചെയ്യരുത്. അത്ര അപകടം പിടിച്ച വാക്കാണത്. താരതമ്യം ചെയ്യുക,
ഒഴിവാക്കണം. താരതമ്യം ചെയ്യരുത്. കുറ്റപ്പെടുത്തുന്നതിന് പകരം കേൾക്കണം, സ്നേഹം ഉണ്ടാകണം, നിലപാടും ഉണ്ടാകണം. പറ്റാത്തത് എന്ത് ചെയ്യരുത്? മൊബൈൽ കൊടുക്കരുത്. പകരം എന്ത് ചെയ്യണം? കളിപ്പാട്ടം കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊടുക്കും. മുതിർന്നവരോട് എപ്പോഴും ബഹുമാനം പ്രകടിപ്പിക്കണം. നിരന്തരം പ്രകടിപ്പിച്ചാൽ ആരും മാറും. നിരന്തരം പ്രകടിപ്പിച്ചാൽ ഏത് മുതിർന്നവർ, അതായത് വീട്ടിലുള്ള ഭർത്താവിന്റെ ഉമ്മ, ഉപ്പ തുടങ്ങിയ നമ്മുടെ വീട്ടിലെ മുതിർന്നവർ, അവരോട് ആദരവ് പ്രകടിപ്പിച്ചോ മാറും, ഉറപ്പാണ്. മുതിർന്നവരോട് ക്ഷമ കാണിക്കണം. എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ? തൽക്കാലം അവിടെ നിൽക്കട്ടെ, അതല്ല ക്ഷമ എന്ന് പറയുന്നത്. അവരെ നമ്മൾ ഉൾക്കൊള്ളുന്നു, അവരങ്ങനെയൊക്കെ കളിക്കട്ടെ. അവരാണ് നമ്മുടെ വീടിന്റെ ഭംഗി, അവരാണ് നമ്മുടെ വീടിന്റെ ഐശ്വര്യം. മുതിർന്നവർ ചിലപ്പോൾ ഉണ്ടാവും. അത് ഇപ്പൊ ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുള്ള എന്താ പറയുക, ഞാൻ ഏതോ വയലുന്ന് കേട്ടാനോ സംശയം കേട്ടോ, ഇനി അതെല്ലാം അനുഭവത്തിൽ നിന്ന് സെറ്റായെന്ന് എനിക്ക് ഓർമ്മയില്ല. രാവിലെ തന്നെ മോൻ ഇങ്ങനെ എണീച്ച് നോക്കുമ്പോൾ ഉമ്മ പറയാണ് നല്ലൊരു ചെമ്മീൻ, നമ്മളെ ഭാഗത്ത് കൊഞ്ചൻ എന്നാ പറയാം. റെഡിയാവോ? മനസ്സിലാവോ കൊഞ്ചൻ എന്ന് പറഞ്ഞു? അപ്പൊ ചെമ്മീൻ ഇത് കൊഞ്ചം കൂട്ടിയാൽ ഒരു സുഖം ഉണ്ടാവുമായിരുന്നു എന്ന് രാവിലെ തന്നെ. അപ്പൊ ഇവൻ വിചാരിച്ചു എന്നാ പിന്നെ ഇന്ന് ഉമ്മാക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ, വലുപ്പമുള്ള കൊഞ്ചനുണ്ട്. ഇത് ചെന്ന് നോക്കുമ്പോൾ മത്സ്യ മാർക്കറ്റിൽ ചെന്ന് നോക്കും, പക്ഷെ വില ഭയങ്കര ഓവർ. വില പോയാലും വേണ്ടില്ല, സുഖം ഒന്ന് ഉമ്മാന്റെ ഒരു നല്ല വാക്ക് കേൾക്കട്ടെന്ന് വിചാരിച്ചിട്ട് 600-800 കൊടുത്തിട്ട് തന്നെ ചെമ്മീൻ വാങ്ങി. ഭാര്യനോട് പറഞ്ഞു വേഗം ശരിയാക്കി, ഇത് സംഭവമാക്കണം. അങ്ങനെ ഭാര്യ ഇതിങ്ങനെ ഉരുട്ടി പാചകം ചെയ്യുമ്പോൾ പറയും, ഇതെന്താ സാധനം, ഒരു പുഴുവിന്റെ മാതിരിയുള്ള ഒരു സാധനം, ഇതാപ്പൊന്ന് വാങ്ങിക്കൊണ്ടു മര്യാദയ്ക്ക് ഒരു മത്തി അയിലുണ്ട് വളരെ ചന്ത കൂട്ടിക്കൂടായിരുന്നു. ഇവനിങ്ങനെ ഇനി എന്താ പറയേണ്ടത്? ഇവിടെ ദേഷ്യപ്പെടുന്ന മോനാണോ? അത് മതി പ്രശ്നത്തിൽ. പകരം ഉമ്മ അങ്ങനെയാണോ പറയുന്നത്? അതൊരു രസാണ്, അതൊരു ജോക്കാണ്, അതൊരു തമാശയാണ്. ആ ഉമ്മ അങ്ങനെ പറയാൻ എനിക്ക് ഇഷ്ടമാണ്. ഈ അംഗീകാരം വന്ന അതൊരു സുഖ, പിന്നെ അതൊരു രസാണ്. പിന്നെ ഇതാണ് അവരോടുള്ള ക്ഷമ എന്ന് പറയുന്നത്. അല്ലാതെ തൽക്കാലം ഇത് ഒതുക്കി പിടിച്ചാണ്ടല്ലോ ലാസ്റ്റ് എല്ലാം കൂടി ഉമ്മാനെ വേദിട്ട് പൂ എന്ന് പറയും, പൊട്ടിത്തെറിക്കുക എല്ലാം കൂടെ. അങ്ങനെ ആക്കാൻ കാത്തു നിൽക്കരുത്. ക്ഷമയാണ് വേണ്ടത്. മുതിർന്നവർ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചായ വേണമെന്ന് തോന്നുമ്പോൾ ചായ, കട്ടൻ ചായ വേണം. ഇത് ഞാൻ എപ്പോഴും പറഞ്ഞ് വേഗം തീർക്കും. ഒരു മുതിർന്ന ഒരു ഉമ്മ, ഈ ഉമ്മക്ക് 5 മക്കളുണ്ട്. ഓരോ ആഴ്ച ഓരോ ആളെടുത്താണ്. അപ്പൊ ഈ മൂത്ത 4 ആളെടുത്തുള്ള ദിവസവും ഉമ്മാക്ക് പരാതിയാണ്, ഓൻ നോക്കുന്നില്ല. ഈ മൂത്ത 4 ആളെ വീട്ടിലും ഉമ്മ ഉള്ള ദിവസം ഇവർ കല്യാണത്തിന് പോകില്ല, ഒന്നിനും പോകില്ല, മുഴുവൻ വീട്ടിൽ തന്നെ. 5-ാമത്തോന്റെ വീട്ടിലുണ്ടല്ലോ, ഇവൻ ദുനിയാവ് തീർത്തും പോകും. എന്നാൽ ഈ ഉമ്മാക്ക് ഇവനെ പറ്റി മധു പറയാനേ സമയം. എന്താ വിഷയം എന്നറിയോ? രാവിലെ ഉമ്മാനെ വിളിച്ച് സുബഹിസ്കരിച്ച് ഉടനെ ചോദിക്കും, ഉമ്മ കട്ടൻ എടുക്കട്ടെ എന്ന് പറയും, ഞാൻ യാസീൻ ഓതിക്കോട്ടെ. അപ്പൊ യാസീൻ ഓതി തീരുമ്പോഴേക്ക് കട്ടൻ കുടിച്ച് 10 മിനിറ്റ് ആകുമ്പോൾ എന്തായാലും ചൂടുവെള്ളം വേണ്ടെന്ന് ഉറപ്പാ. എന്നാലും ചോദിക്കും, ഉമ്മ ചൂടുവെള്ളം വേണോ? അപ്പം പറയും വേണ്ടവൻ ഇപ്പല്ലേ കട്ടൻ കുടിച്ചിട്ടുള്ളൂ. അപ്പൊ ഉമ്മാനോട് ചോദിക്കും, നിന്റെ കടി എന്താ എടുക്കണം? ഉമ്മക്ക് പള്ളം നിറഞ്ഞു. ഇനി ചായ എടുക്കുന്നതിന്റെ മുമ്പേ ചോദിക്കും, ചായ എടുക്കണം. അപ്പൊ ഉമ്മ പറഞ്ഞു 1 മണിക്കൂർ. അപ്പൊ 1/2 മണിക്കൂർ എന്റെ ചായ. ഇതെല്ലാം കഴിഞ്ഞ് പുതപ്പെല്ലാം നേരെയുള്ള ഉമ്മ കിടക്കുമ്പോൾ പുതപ്പ് ഒന്നും കൂടി എടുത്തൊന്ന് മുട്ടിയെല്ലാം വീശു കൊടുത്തു. ഉമ്മാക്ക് തൃപ്തി. ഇവൻ എല്ലായിടത്തും പോയി വന്നാലും ഉമ്മാക്ക് തൃപ്തി. എന്താ വിഷയം? സേവനം, പരിചരണം എന്നത് ഇഷ്ടപ്പെട്ട് ചെയ്താൽ അവർ മാറും, അവരിൽ വലിയ തൃപ്തി ഉണ്ടാകും. ഇനി ടൈം മാനേജ്മെന്റ് ആണ് അടുത്തത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. എന്താണ് ടൈം മാനേജ്മെന്റ്? ഒരു ദിവസം എന്തൊക്കെ പ്രധാനമായി ചെയ്യാനുണ്ട് എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ ഒരു ചുമരിൽ സ്റ്റിക്ക് ചെയ്യണം. ലാമിനേഷൻ ചെയ്താൽ മതി, എന്നാൽ അത് കളർ പോകില്ല. ഒരു ദിവസം പ്രധാനമായിട്ട് എന്തൊക്കെ? മോട്ടർ ഇടാൻ ഒറ്റ ദിവസം വിട്ടുവരും. അതുപോലെ അലക്കൽ പ്രധാനമായിരിക്കും. ഈ ഫ്ലോർ വൃത്തിയാക്കൽ പ്രധാനമായിരിക്കും. ഇങ്ങനെ തുടങ്ങി പ്രധാനമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ഇബാദത്ത് ഇതിൽ വരണം. ഇങ്ങനെ അതുപോലെ വിശ്രമവും വരണം. ഇത് വിശ്രമം എന്താ അറിയോ? ആ ദിവസം തീർത്ത് വിശ്രമിച്ചിട്ടുണ്ടാവില്ല, എന്നാലും പറയും ഞാൻ തീരെ വിശ്രമിച്ചിട്ടില്ല. ചിലർക്ക് അങ്ങനെ ആ ദിവസം അധിക ഭാഗവും വിശ്രമിച്ചേ, എന്നാലും പറയും ഞാൻ തീരെ വിശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. വിശ്രമത്തിന് സമയം നിശ്ചയിച്ച് വിശ്രമിക്കണം. അതാണ് ശരിയായ രീതി. അപ്പൊ സമയം എന്തിനൊക്കെ വരണം? ദിനക്രമത്തിന്, ഇബാദത്തിന്, കുടുംബ ബന്ധത്തിന് സമയം ചെലവഴിക്കണം. പിന്നെ വിശ്രമത്തിന് സമയം ചെലവഴിക്കണം. സമയം എന്നത് നമ്മുടെ ഏറ്റവും വലിയ ക്യാപിറ്റലാണ്, മൂലധനമാണ്. മറ്റൊന്നാണ് ശുചിത്വം. ശുചിത്വം ഒരു ഭാരമാകരുത്. ശുചിത്വം ഒരു ആസ്വാദ്യകരമാകണം. വീട് 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. എല്ലാ ദിവസവും എല്ലാ ഭാഗവും അടിച്ചു വരണം എന്നുള്ള ചിന്തയൊന്നും വേണ്ട. ഇത് നോക്കിയാൽ ഏത് ദിവസം ഏത് ഭാഗമാണ് അടിച്ചു വരേണ്ടത് എന്നാൽ ഒരു പ്രശ്നമില്ല. മറ്റേ അടിച്ചു വരുന്ന ദിവസം അന്ന് വെള്ളം ഉണ്ടാവില്ല, വറ്റും ഉണ്ടാവില്ല, ഒരു സാധനം ഉണ്ടാവും. അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ ആകാതിരിക്കാൻ എന്ത് വേണം? സമയബന്ധിതമായി ഏരിയകൾ തീരുമാനിച്ചാൽ മതി. ആസ്വദിച്ച് മാത്രം ചെയ്യണം. വീട്ടിൽ ശുചിത്വം വേണം, വ്യക്തി ശുചിത്വം വേണം. പോഷകാഹാരം ശുചിത്വത്തിന്റെ ഭാഗമാണ്, ശ്രദ്ധിക്കണം. പിന്നെ ശാരീരിക വ്യായാമം, ഇതും ശുചിത്വത്തിന്റെ ഭാഗമാണ്. നമ്മുടെ വീടും പരിസരവും എപ്പോഴും വൃത്തിയായിരിക്കണം. അതിന് വലിയ റിസ്ക് ഉണ്ടാവില്ല. എങ്ങനെ ചെയ്താൽ? ഓരോ ഭാഗം ഓരോ ദിവസം മതി, കുറച്ചു മതി ഒരു ദിവസം. പണിയെടുത്തങ്ങ് തളർന്നു പോയരുത്. ആ പ്ലാനിങ്ങോടുകൂടെ ഓരോ ഭാഗം ഓരോ ദിവസം. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭാഗവും റെഡി ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? 1 വീട്ടു ശുചിത്വം, 2 വ്യക്തി ശുചിത്വം, 3 പോഷകാഹാരം, 4 ശാരീരിക വ്യായാമം.
വ്യായാമം കിട്ടാതായി പോകരുത്, വ്യായാമം നമുക്ക് കിട്ടണം. ഇനി കുട്ടികളുടെ വിദ്യാഭ്യാസം, ദീനീ വിദ്യാഭ്യാസവും വരണം, ലൗകികവും വരണം, അഥവാ അക്കാദമിക് എഡ്യൂക്കേഷനും വരണം, മോറൽ എഡ്യൂക്കേഷനും വരണം. സത്യത്തിൽ ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക് റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിജയിക്കാനുള്ള കാരണം മുസ്ലിം ഉമ്മമാർക്ക് മക്കളെ പരിചരിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എന്നതാണ് ഒരു സത്യം. അത് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് 11:50 ഇപ്പൊ നട്ടപ്പകലാണ് എന്നതുപോലെ ഒരു പച്ച സത്യമാണ്. ഈ സ്ഥാപനങ്ങൾ ഇങ്ങനെ സമൃദ്ധമായി വിജയിക്കാനുള്ള കാരണം ഉമ്മമാർക്ക് മക്കളെ എങ്ങനെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം ക്ഷമിച്ചാൽ മതി, ഇതെന്റെ ഒരു സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇതൊരു സത്യമാണ്, പറയാതെ നിവൃത്തിയില്ലാത്ത ഒരു പകൽ വെളിച്ചം പോലെയുള്ള ഒരു സത്യമാണ്. കുറച്ച് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു സ്ഥാപനത്തിൽ പോയാൽ വിദ്യാർത്ഥികൾ, ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥികൾ ഭംഗിയാകുന്നതിനേക്കാൾ വിജയിക്കുകയും ഗംഭീരമായി മുന്നോട്ട് പോവുകയും ചെയ്യും ഈ മക്കൾ, ആത്മീയമായും ഭൗതികമായും. അതിന് ആ മാതാവിനോ പിതാവിനോ വലിയ ആത്മീയ വിദ്യാഭ്യാസം ആവശ്യമില്ല, ഭൗതിക വിദ്യാഭ്യാസവും ആവശ്യമില്ല. KR നാരായണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയായത് അമ്മ വലിയ ഡോക്ടർ ആയതുകൊണ്ടോ എഞ്ചിനീയർ ആയതുകൊണ്ടോ അല്ല. APJ അബ്ദുൽ കലാം ഉഷാറായത് ഉമ്മ വലിയ പണ്ഡിതയായതുകൊണ്ടല്ല. ആണോ അല്ലയോ എന്ന് മാറ്ററൊന്നും വേറെയാണ്, ആകാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല ശരിയായ സബബ്. പാരന്റിങ് അറിഞ്ഞാൽ മതി, അവർ ഭംഗിയായി പഠിക്കും. അതിൽ ഖുർആൻ അവർക്ക് അറിയണം, വിശ്വാസ കാര്യങ്ങളിൽ കുട്ടികൾ ഭംഗിയാകണം, സ്വഭാവത്തിൽ കുട്ടികൾ ഭംഗിയാകണം. പരീക്ഷയിൽ ഭയങ്കര മാർക്ക്, ഉമ്മാന്റെ അടുത്ത് ഉമ്മയും മോനും തമ്മിൽ യാതൊരു ഉഷാറില്ല. പിന്നെ എന്ത് മാർക്കാ, എവിടെ മാർക്ക്, എന്നിട്ട് പുഴുങ്ങിത്തുന്നാണ്. എന്തിനാണ് ഈ മാർക്ക്? വീട്ടിലെത്തിയിട്ടും ഒരു ഇതിൽ സ്വന്തത്തിൽ ഒരു കുട്ടിക്ക് നിസ്കരിക്കാൻ തോന്നുന്നില്ല, ഖുർആൻ ഓതണമെന്ന് ഇഷ്ടമില്ല, പിന്നെ എന്ത് പഠിച്ചതെന്താ? അതുകൊണ്ട് അത് പഠിപ്പിക്കാൻ കഴിയുന്ന ഈ ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നല്ല അധ്യാപിക എന്റെ പ്രിയപ്പെട്ട, എന്റെ മുമ്പിലിരിക്കുന്ന, എന്റെ ഈ ശബ്ദം ഇനി കേൾക്കാൻ പോകുന്ന ഓരോ മാതാവുമാണ്. എന്താ ചെയ്യേണ്ടത് വിശദമായി നമുക്ക് ഇനിയും പഠിക്കണം. ഞാൻ ആ ഭാഗം വിശദമാക്കുന്നില്ല, കുറഞ്ഞ സമയം കൊണ്ട് നിർത്തും. ഇനി അക്കാദമിക് വിഷയം, പഠനശീലങ്ങളാണ് സെറ്റ് ചെയ്യേണ്ടത്, സ്കില്ലുകളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതുപോലെ ഡിജിറ്റലായി മക്കൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് കൃത്യമായി നിയന്ത്രണം വേണം. ഈ നിയന്ത്രണം നമുക്കുണ്ടാക്കാൻ കഴിയും. ഇതൊക്കെ വിഷയം പരിശീലനങ്ങളൂടെ നേടേണ്ടതായതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല, വേഗം തീർക്കും. പിന്നെ ഒരു വീട്, ആ വീടിന്റെ ഭരണം, ആ ഭരണം എന്നത് ശരിക്ക് ഒരു വീടിന്റെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജറാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് വലുതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥിരപ്പെട്ടില്ലേ? വലിയൊരു ഡോക്ടർ ആകുന്നതിനേക്കാൾ, എഞ്ചിനീയർ, ഒരു ടീച്ചർ ആകുന്നതിനേക്കാൾ, അവരെ AFS ആകുന്നതിനേക്കാൾ വലുതാണ് ഹോം ഭരണം. ഞാൻ പറഞ്ഞല്ലോ അല്ലെ? എങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ, ഹോം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രധാനപ്പെട്ട മാനേജറാണ് ആര്? ആഗ്രഹനാഥ, ആ വീട്ടിലെ ഉമ്മ. കുട്ടികളുടെ ബെസ്റ്റ് ഫസ്റ്റ് ടീച്ചറാണ് ഈ ഉമ്മ. കുടുംബത്തിന്റെ സ്പിരിച്വൽ ഹാർട്ടാണ് ഈ ഉമ്മ. ആ കുടുംബത്തിൽ ആർക്ക് എന്ത് വിഷമമുണ്ടായാലും അത് തീരാൻ ആരാ വേണ്ടത്? ഈ ഉമ്മ. ഇൻഷാല്ലാ ഇത് ഓരോന്നും നിങ്ങൾക്ക് ബോധ്യപ്പെടും കേട്ടോ. ഞാൻ ഇപ്പോ അത് മാത്രം പറയുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ ഓൺലൈനായോ അല്ലെങ്കിൽ ഫിസിക്കലായോ ഉള്ള ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്ങിൽ വന്നാൽ നിങ്ങൾക്ക് ഇത് ഓരോന്നും ഇഞ്ച് ബൈ ഇഞ്ച്, അക്ഷരം പ്രതി നിങ്ങൾക്ക് ഇത് ബോധ്യപ്പെടും. എന്ത്? ഒരു വീടിനെ ഭരിക്കാൻ ഈ മാതാവിന് കഴിയും. അതുപോലെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഈ മാതാവിന് കഴിയും. ഒരു കുടുംബത്തിന്റെ സ്പിരിച്വൽ ഹാർട്ടാണെന്ന് പറയുന്നത് അക്ഷരം തെറ്റാതെ പറയാൻ പറ്റുന്ന ഒരു സത്യമാണ്. ഇനി അത് വിശദീകരിക്കാൻ കുറെ ഭാഗങ്ങളുണ്ട്. ഒരു വീഡിയോ പ്രധാനമായി ഇൻഷാല്ലാ അതിൽ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്താൽ നല്ലതാണ്. ആ ഭാഗം മാത്രം പറയുന്ന വീഡിയോ, 2-3 വീഡിയോകൾ ഇത് മാത്രം പറയാനുള്ളത് വരാനുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ പ്രസ്താവനയാണ് വമിൻ ആയാത്തിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് ഈ ഒരു ഗൃഹനാഥയാണ്. ഗൃഹനാഥയുടെ റിലേഷൻ എന്നത് ഒരു ദൃഷ്ടാന്തമാണ്. ഭർത്താവിന് സന്തോഷം നൽകാൻ, കുടുംബത്തിന് സന്തോഷം നൽകാൻ, അതുപോലെ ആ ഭർത്താവിന്റെ വീട്ടു മെമ്പർമാർക്കെല്ലാം സന്തോഷം പകരാൻ ഇവർക്കെല്ലാം കഴിയുന്ന വലിയ ഒരിടമാണ്. ഇവിടെ പുരുഷന്റെ പങ്ക് ഏതൊക്കെ ഭാഗമാണ്? സാമ്പത്തിക ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് പുരുഷനാണ്. അതുപോലെ സേഫ്റ്റി ഏറ്റെടുക്കേണ്ടത്, അഥവാ അതിന്റെ പുറത്തുള്ള ഒരു സെക്യൂരിറ്റി ഏറ്റെടുക്കേണ്ടത് പുരുഷനാണ്. പിന്നെ അവിടെ നീതി നടപ്പിലാക്കാൻ വേണ്ടി ഒരു പ്രധാനപ്പെട്ട ലോ ആൻഡ് ഓർഡർ അത് കൈകാര്യം ചെയ്യേണ്ടത് പുരുഷനാണ്. പിന്നെ ഡയറക്ഷൻ ഫോമിലേക്ക് വരേണ്ടത് പുരുഷനാണ്. ഈ 4 ഏരിയകൾ പുരുഷൻ നിർവഹിക്കണം. അഥവാ
സാമ്പത്തിക ഉത്തരവാദിത്വം പൊതുവിൽ പുരുഷനാണ് ഒരു കുടുംബത്തിൽ ഏറ്റെടുക്കേണ്ടത്. പിന്നൊന്ന് സെക്യൂരിറ്റി, അഥവാ ഒരു മോളെ വിഷയത്തിൽ ആരോ ഒരാൾ അനധികൃതമായി ഇടപെടുന്നു, ആരാണ് അവിടെ സേഫ്റ്റിക്ക് വേണ്ടി ഇടപെടേണ്ടത്? പുരുഷനാണ്. അതുപോലെ നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട ഏതോ ഒരു വിഷയത്തിൽ ആരോ ഒരാൾ, അയൽവാസി ഏതോ ഒരു വിഷയത്തിൽ നമ്മുടെ റൈറ്റുകൾ, നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കുന്നു, അവിടെ ആരെ കൈകാര്യകർത്താവായിട്ട് വരേണ്ടത്? പുരുഷനാണ്. അവിടെ നമ്മൾ ഇറങ്ങിയാൽ ചിലപ്പോൾ ആകെ അലങ്കോലപ്പെടും, അത് പൊളിച്ച് കൈയെടുക്കലായിട്ട് മാറും. അതുകൊണ്ട് അവിടെ പുരുഷനെ ഏൽപ്പിക്കുക. കാരണം രണ്ട് നേച്ചറാണ്, അവരുടെ നേച്ചറാണ്, അത് ആ നേച്ചർ നമ്മൾ അംഗീകരിക്കുന്നു. പിന്നെ കുടുംബങ്ങൾക്കിടയിൽ, മക്കൾക്കിടയിൽ ഒക്കെ നീതി നടപ്പിലാക്കേണ്ട ഒരു വിഷയം വരുമ്പോഴും കഴിയുന്നതും പുരുഷനാണ്. പൊതുവിൽ ചിലയിടങ്ങളിൽ പുരുഷനേക്കാൾ ഭംഗിയായ ചില സ്ത്രീകൾ ഉണ്ടാകാം, അത് ഒരപൂർവ സംഭവമാണെന്ന് മാത്രം. ഇനി നല്ല ഗൃഹഭരണം നടന്നാൽ നമുക്ക് കിട്ടുന്ന പ്രധാന നേട്ടം, കുടുംബത്തിൽ മനസ്സമാധാനം ഉണ്ടാകും, ആത്മവിശ്വാസമുള്ള കുട്ടികൾ ഉണ്ടാകും, സാമ്പത്തിക സ്ഥിരതയുണ്ടാകും. അത് ഏത് സാമ്പത്തിക നിലവാരത്തിലാണെങ്കിലും, ഗ്രാഫ് ഏതാണെങ്കിലും അതിൽ സ്ഥിരത ഉണ്ടാകും. പിന്നൊന്ന് ബറക്കത്തുണ്ടാകും, ഖൈർ, വർധനവുണ്ടാകും. പിന്നെ സമൂഹത്തിൽ എപ്പോഴും ഡീസന്റ് ആയിരിക്കും ആ ഫാമിലി. സമൂഹത്തിൽ ആ ഫാമിലി എന്ന് പറയുമ്പോൾ അത് ഡീസന്റ് ആയിരിക്കും. പരാജയപ്പെട്ടാൽ എപ്പോ വീട്ടിൽ തർക്കമായിരിക്കും. മക്കൾ തമ്മിൽ എപ്പോഴും തർക്കം നോക്കും. മക്കൾ തമ്മിൽ എപ്പോഴും തർക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെയും ഒന്നും പറയണ്ട. നിങ്ങൾ അവരോട് എങ്ങനെയാ സംസാരിക്കുന്നത് നോക്കിയാൽ മതി. ഒരു 3 ദിവസം ചെക്ക് ചെയ്യുക, ഫുള്ള് CCTV വെക്കുക. എന്നിട്ട് നിങ്ങളെ CCTV നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാ പെരുമാറിയത്, ഏതാ വാക്കാ പറഞ്ഞത്. CCTV വെക്കുമ്പോൾ ശബ്ദം കൂടി കിട്ടുന്നത് വെച്ചാൽ മതി. വെറുതെ വാതൊന്നും കേൾക്കണ്ടെങ്കിൽ ഒന്നും കേൾക്കണ്ട. നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. 3 ദിവസം ഫുൾ CCTV വെച്ചിട്ട് ആ 3 ദിവസം ഫുൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാ മക്കളോട് സംസാരിച്ച് നോക്കുക. നിങ്ങൾ കറക്റ്റ് സൈക്കോളജിക്കൽ പഠിപ്പിച്ചിട്ടുണ്ട് ഇവരെങ്ങനെയാ തർക്കിക്കേണ്ടത്. നിങ്ങൾ പഠിപ്പിച്ചാണ്. അതുകൊണ്ട് അത് മാത്രം ശരിയാക്കിയാൽ മതി. വേറെ ഒന്നിനും പോകേണ്ട, പണി വെറുതെയാണ്. അവർ തമ്മിൽ തർക്കിക്കൂല. അപ്പൊ തർക്കങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. പിന്നെ കുട്ടികൾ പെട്ടെന്ന് ഡൈവേർട്ട്, വകി തിരിഞ്ഞു പോകും. അത് എന്താണ്, ഒരു കാരണവും തിരിയുന്നില്ല, അങ്ങനെ ആയിപ്പോന്ന്, ഇങ്ങനെ ആയിപ്പോന്ന്. നല്ല ഫാമിലി, ഭയങ്കര ഉഷാറാണ്, പക്ഷെ ആകെ അലങ്കോലപ്പെട്ടു പോകും. ഇതൊക്കെ എവിടെ സംഭവിക്കും? ഗൃഹഭരണം തെറ്റായാൽ സംഭവിക്കും. പിന്നെ എപ്പോഴും ഡിപ്രസ്ഡ് ആയിരിക്കും, മാനസിക സമ്മർദ്ദം, വിഷമം, വെപ്രാളം, ബേജാറ്, ഇതൊക്കെ ഇതിന്റെ പ്രശ്നമാണ്. എന്താണ് പ്രായോഗികമായ പരിഹാരങ്ങൾ? ഒന്ന്, ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഫാമിലി മീറ്റ് വേണം. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഫാമിലി മീറ്റ് വേണം. 2, നിങ്ങൾക്കൊരു ദിനചര്യ പട്ടിക തരുന്നുണ്ട്. ഇൻഷാല്ലാ തൊട്ടു പറയും. ഇവിടെ തരും. റെഡിയായത് നമ്മള് റെഡിയാ? ഓക്കെ. ദിനചര്യ പട്ടിക തരും. ആ പട്ടിക ഞാൻ ഇപ്പൊ ഒന്ന് പറയുകയും ചെയ്യാം. അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. 3, ഇബാദത്ത് കഴിയുന്നതും ഒരുമിച്ച് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. 4, എപ്പോഴും നന്ദി പറയണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് ഈ 24 മണിക്കൂറിനിടയിൽ നിങ്ങൾ ഹസ്ബൻഡിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? കയ്യൊന്നും പൊക്കണ്ട. ഉണ്ടോ? ഉണ്ടാവില്ല. ഇതാ പ്രശ്നം. നിങ്ങൾ മക്കളോട് എന്തിനാ പറയേണ്ടത്? പരതി നോക്കുങ്ങള്. അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ വെസ്റ്റേൺസിനെ കണ്ടുപിടിക്കേണ്ട ദുർഗതി വന്നിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചതാണ് ശുക്റുള്ള മല്ലം യഷ്കുരി നാസ ലം യഷ്കുരില്ലാഹ. ജനങ്ങളോട്, സ്വന്തം ഏറ്റവും അടുത്ത് കഴിയുന്ന ഒരാളോട് ശുക്ർ പറയാൻ നിങ്ങൾക്കൊന്നുമില്ലേ? അധോഗതിയാണ് നമ്മുടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ താമസിക്കുന്ന വീടുണ്ട് അല്ലെ, അത് നമ്മളെ ആരാണ് ആ വീട് ഉണ്ടാക്കിയതും വീട് ഭരിക്കുന്നതൊക്കെ ആരാ? ഭർത്താവ്. അപ്പൊ ഈ വീട്ടിൽ നിങ്ങൾ താമസിച്ചതിന് ഒരു ശുക്രമാണ്. വീട്ടിൽ അതെല്ലാവർക്കും ഉള്ളതല്ലേ? നമ്മളൊരു റെന്റിനെടുത്തൊക്കെ എത്ര റുപ്യാവും? ഇങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ഓരോന്ന് ശുക്ർ പറയാൻ മാക്സിമം ചാൻസ് ഉണ്ടാക്കുക. ശുക്ർ പറയാം. ജസാക്കല്ലാ, ജസാക്കല്ലാ, ജസാക്കല്ലാ. എല്ലാറ്റിനും. ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു, ഒരു പിന്നെ ആപ്പിൾ വാങ്ങിയിട്ടുണ്ട്, അല്ലെ ഒരു മുന്തിരി വാങ്ങിയിട്ടുണ്ട്, അല്ലെ ഒരു നാരങ്ങ വാങ്ങിയിട്ടുണ്ട്, ഒക്കെ ദിക്റിന് മാറ്റി വെക്കണം. പിന്നെ എന്ത് ചെയ്യണം? നമുക്ക് നമ്മളെ റെസ്പോൺസിബിലിറ്റിയിൽ എന്താണ് ചെയ്യാൻ പറ്റുക? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഫുള്ളി ലീഗലായി, ശറഈയായി, മതപരമായി പൂർണ്ണമായും അനുവദനീയമായ സമ്പാദന മാർഗങ്ങൾ പഠിപ്പിക്കുന്ന സംരംഭങ്ങളുണ്ട് ഹാപ്പി സോണിന്. നല്ല താല്പര്യമുള്ളവർ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുടെയൊക്കെ പൂർണ്ണമായ സമ്മതത്തോടുകൂടെ വില്ലിംഗ് ആണെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് അത്തരം മേഖലകൾ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും നാം തയ്യാറാണ്. ഇനി ളുഹർ നിസ്കാരം ഒരു 11:30 മുതൽ 1:30 മണിയുടെ ഇടയിൽ ളുഹർ നിസ്കാരം നടക്കണം. ഉച്ചഭക്ഷണം നടക്കണം. ഉച്ചഭക്ഷണത്തിന്റെ പ്രിപ്പറേഷൻ എവിടെ നടക്കും? തൊട്ടു മുമ്പത്തെ ആ പാർട്ടിൽ നടക്കും. പിന്നെ ഒരു അരമണിക്കൂറിന്റെ താഴെ സമയം വിശ്രമിക്കണം. വിശ്രമിക്കുമ്പോൾ ഈ സാധനം കഴിയുന്നതും സൈലന്റ് ആക്കിയിട്ട് മാറ്റിവെക്കണം. അധികം സമയം വേണ്ട. ആ സമയം അത് സൈലന്റ് ആക്കുക. സൈലന്റ് ആക്കുക എന്ന് പറഞ്ഞാൽ കോൾ വരാത്ത രീതിയിലാക്കി വെച്ചാൽ ഒരു തെറ്റുമില്ല. അരമണിക്കൂർ കൊണ്ട് മരിച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ല. വേറെ ആരും മരിച്ചൊക്കെ പോയാലൊന്നും അരമണിക്കൂർ കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ആ സമയം കറക്റ്റ് അത് മാറ്റിവെച്ച് മാത്രം വിശ്രമിക്കുക. അപ്പോൾ അത് നല്ല റാഹത്തായിക്കോളും. പിന്നെ അപ്പൊ ഇബാദത്തായി, വിശ്രമായി, എല്ലോ ആയി അവിടെ. ഇനി വൈകുന്നേരം ഒരു 1:30-4:30 ഇടയിലുള്ള സമയം
കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കം. നമ്മളെ കുട്ടി 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ്സിൽ ഏതൊക്കെ പാഠങ്ങളാണ് ഈ മാസം നടക്കാനുള്ളത് ടീച്ചറോട് നമ്മൾ അന്വേഷിച്ചു. ആ പാഠങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ChatGPT പഠിച്ചു നോക്ക്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഒരു സ്കൂളിലെ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ 2 ഇരട്ടി പവറിൽ നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. ChatGPT നോക്കിയിട്ട് ഏത് പാഠമൊക്കെയാണ് ഏതൊക്കെയാണ് ഉള്ളതെന്ന്. അധികം സമയം വേണ്ട, നിങ്ങൾക്ക് ലഭ്യമായ സമയം മാത്രം മാറ്റി വെച്ചിട്ട് എല്ലാം നോക്കി വെക്കുക, അവരിരുത്തുക, അവരെ പഠിപ്പിച്ചു കൊടുക്കുക. സിമ്പിൾ. അത് വന്നാലേ പഠിപ്പിക്കണ്ടു. പഠനത്തിന് വേണ്ടി ആ സമയം ഉപയോഗിക്കാം. വീട്ടു ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ആ സമയത്ത് ചെയ്യാം. കുറച്ച് ഖുർആൻ പഠിക്കാൻ ആ സമയം ചെലവഴിക്കാം. നിങ്ങൾക്ക് മറ്റ് അവലംബങ്ങൾ ഇല്ലാത്തപ്പോൾ ഹാപ്പി സോണിന്റെ സംരംഭമുണ്ട്. യൂട്യൂബിൽ പ്ലേ ലിസ്റ്റിൽ ഖുർആൻ പഠനം എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. അതിൽ പോയാൽ ഖുർആനിന്റെ തഫ്സീറുകൾ ഉൾപ്പെടുത്തിയിട്ട് താഴെ നിന്ന് മേലോട്ട് സൂറത്തുൽ മുൽക്ക്, സൂറത്ത് യാസീൻ, അൽ കഹഫ് തുടങ്ങിയ സൂറത്തുകൾ, അത്തരം സൂറത്തുകൾ അതിൽ പഠിക്കാൻ കിട്ടും. അർത്ഥവും ആശയവും ഒക്കെ പഠിക്കാനുള്ള അവസരം കിട്ടും. അത് ഉപയോഗപ്പെടുത്താം. പിന്നെ അസ്ർ നിസ്കാരം, അസ്ർ മഗ്രിബ് 4:30 6:30 അസ്ർ നിസ്കാരം. അതുപോലെ കുടുംബ സംഭാഷണം. കുടുംബ സംഭാഷണം എന്ന് പറഞ്ഞാൽ മക്കൾ വന്ന് അവരെ കൂടി ഇരിക്കണം, എന്നിട്ട് ചോദിക്കണം എന്തുകൊണ്ട് മക്കളെ വിശേഷം, ഇന്ന് സ്കൂൾ ഉഷാറായിരുന്നോ. അതായത് ഇൻവെസ്റ്റിഗേഷൻ ചോദ്യം ചോദിക്കരുത്. നമ്മളെ ടിഫിൻ കൈ വെച്ചിട്ടുണ്ടോ, പോയ തീർത്ത് കഴിച്ചിട്ടുണ്ടോ, മര്യാദയ്ക്ക് ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ. ഇത് ഇൻവെസ്റ്റിഗേഷൻ ക്വസ്റ്റ്യൻ ആണ്. മറിച്ച് നമ്മൾ കൂടി എന്നിട്ട് ചോദിക്കുന്നത് എങ്ങനെ ഹാപ്പി ആയിരുന്നോ, എങ്ങനെ ഇത് പഠിച്ചിട്ട് എന്ത് തോന്നുന്നു, നല്ല ഫീലിംഗ് ആണോ, എന്തൊക്കെയായിരുന്നു വിശേഷം, നമ്മളെ ഫ്രണ്ടിന്റെ കാര്യം എന്താണ് ഒക്കെ. അങ്ങനെ അവർക്ക് പറയാൻ ഇഷ്ടമുള്ള രീതിയിൽ അവരോട് സംഭാഷണം നടത്തുന്നു. ഭർത്താവാണെങ്കിൽ ഭർത്താവിനോട് ചോദിക്കുന്നു ഈ സമയത്ത് നമ്മൾ ഒന്നിച്ചിരിക്കാൻ സമയമുണ്ടോ, എന്താ സ്ഥിതി. ഇതാണ് അതിന്റെ രീതി. കുടുംബ സംഭാഷണം, കുട്ടികളോടൊപ്പമുള്ള സമയം, പറ്റുമെങ്കിൽ കുറച്ച് സമയം നല്ല ഒരു വ്യായാമം നല്ലതാണ്. വൈകുന്നേരത്തെ വ്യായാമം നല്ലതാണ്. പിന്നെ കുടുംബബന്ധം. കുടുംബബന്ധം പറഞ്ഞാൽ കുടുംബബന്ധത്തിന് എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റിവെക്കുക. ഈ കുറച്ച് സമയം മാറ്റിവെക്കുമ്പോൾ ഈ വലിച്ചു നീട്ടിയുള്ള സംസാരത്തിന് പകരം മൂല്യമുള്ള സംസാരം. ഇപ്പൊ ജ്യേഷ്ഠത്തിനെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റേ ഇവരെ വിളിക്കുകയാണ്, അങ്ങനെ ഭാര്യ വിളിക്കുകയാണ്, എന്തൊക്കെയുണ്ട് വിശേഷം, പിന്നെന്താ ഒന്നുമില്ല, കറിയിൽ ഉപ്പ് കൂടിയത്, അപ്പുറത്ത് അവരെ ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ കുറ്റവും പറയാം. ഇങ്ങനെ ഒഴിവാക്കുക. പകരം നല്ല ബന്ധങ്ങൾ ചാർത്താൻ എല്ലാ ദിവസവും കുറച്ച് സമയമായാൽ എല്ലാ കുടുംബത്തിലും എത്തും, വേഗം കഴിയും. എന്തുകൊണ്ട് ഇഷറാത്തല്ലേ ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ സ്ഥിതി. ഇൻഷാല്ലാ ദ്വാരക്കണം കേട്ടോ, ഞാനും ദ്വാരക്കുകയും ചെയ്യണം കേട്ടോ, എല്ലാവർക്കും വേണ്ടിയും ദ്വാര ചെയ്യണം. ഇനി മഗ്രിബ് ഇശാ, അതായത് മഗ്രിബ് നിസ്കാരം, ഖുർആന്, ദീനി കഥകൾ അവസമയത്ത് നല്ലതാണ്. അത്തായം ഒരുമിച്ച് കഴിക്കുക. അത്തായം എപ്പോഴെപ്പോൾ പ്രിപ്പറേഷൻ നടക്കണം, മഗ്രിബിന്റെ മുമ്പ് പ്രിപ്പറേഷൻ നടക്കണം. കഴിയുന്നതും ഇശാന്റെ മുമ്പാണ് രാത്രി ഭക്ഷണം കഴിക്കേണ്ടത്, ഡിന്നർ കഴിക്കേണ്ടത്. ഇശാ നിസ്കാരം, ഇബാദത്ത്, ഒന്നിച്ച് കുറച്ച് സമയം ഉറക്കം. ഹദ്ദാദ് നല്ലതാണ്. രാത്രി 8:30 9:30 ഇടയിൽ മൊബൈൽ സമയം നിശ്ചിത സമയം മാത്രം, അരമണിക്കൂറിൽ കൂടുതൽ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ എപ്പോഴും ഒരു ദിവസത്തെ കുറിച്ച് പുനരാലോചിക്കുക. നാളെ എന്തൊക്കെ എന്നുള്ളത് ഇന്ന് പ്ലാൻ ചെയ്യണം. ഒരാഴ്ചത്തെ ഫുഡ് ചാർട്ട് ഒന്നിച്ച് സെറ്റ് ചെയ്ത് എപ്പോഴും വെക്കണം. ഒരു കോമൺ പ്ലാൻ ഉണ്ടാകണം. ഇടയ്ക്ക് നമ്മൾ സ്പെഷ്യൽ പ്ലാന് മാറ്റാം. പിന്നെ ദുആ ചെയ്തിട്ട് ഉറങ്ങുക. ഇതാണ് ഒരു ഡേ ചാർട്ട്. ഈ ഡേ ചാർട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ എൻഡിൽ ഒരു സാധനം കൂടി ഞാൻ കൊടുത്തിട്ട് ഇത് ആവശ്യമില്ല. ഇബാദത്തിന് ഏകദേശം ഇത്ര മണിക്കൂർ, കുടുംബസമയം ഇത്ര മണിക്കൂർ, ദിന കാര്യങ്ങളും വീട്ടു ജോലിക്ക് ഇത്ര സമയം, ഇങ്ങനെ വിശ്രമം അതായത് ഉറക്കം, ഇതെല്ലാം കൂടി എത്ര സമയം കിട്ടുമെന്ന് അതിൽ നോക്കിയാൽ മനസ്സിലാവും. ഇങ്ങനെ കറക്റ്റ് ഉണ്ടാകണം. എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ കറക്റ്റ് അളവ് പോലെ ഉണ്ടാകണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് നമ്മുടെ ഹാപ്പി സോണിൽ ലേഡീസിന് വേണ്ടി എംപവർമെന്റ് അനിവാര്യമായതുകൊണ്ട് ഒരുക്കിയ ഒരു പ്രോഗ്രാം കൂടിയാണ് ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്. അതിലേക്കുള്ള എൻട്രൻസ് ആണ്, അല്ലെങ്കിൽ അതിനെ ആൾക്കാരെ അറിയിക്കാനും കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിയത്. പലരും ലെറ്റിലുള്ളവരാണ്. നിങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാം, അനുഭവങ്ങൾ ചോദിക്കാം. ഒന്ന് പരസ്പരം അറിയുന്നത് വളരെയേറെ നല്ലതാണ്. എന്റെ അത്യാവശ്യ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം.